സോ ഫസ്റ്റ് ആൻഡ് ഞാൻ ഈ സിനിമയെ പറ്റി കൂടുതൽ ചെയ്തു എന്നാണ് ചാക്കോച്ചന്റെ ക്യാരക്ടർ. എങ്കിലും നമുക്ക് കൂടുതൽ അറിയാൻ വേണ്ടി ചാക്കോച്ചൻ എന്നെ മൈക്ക് കൊടുക്കാൻ. ചാക്കോച്ച പറയൂ. എല്ലാവർക്കും നമസ്കാരം. ഒരു ദുരൂഹ സാഹചര്യത്തിൽ പേര് സൂചിപ്പിക്കുന്ന പോലെ ഒരുപാട് ദുരൂഹതകളുള്ള ഒരു സിനിമ തന്നെയാണ്. പക്ഷെ ആ ദുരൂഹതകൾ സാധാരണ നമ്മുടെ മലയാളികളുടെ ദൈനംദിന സംഭാഷണത്തിൽ വരുന്ന ഒരു വാക്കാണ്, അല്ലെങ്കിൽ യൂസ് ചെയ്യുന്നൊരു വാക്കാണ് ദുരൂഹ സാഹചര്യം എന്നുള്ളത്. കൂടുതലും ഗൗരവമേറിയ സാഹചര്യങ്ങളിലാണ് നമ്മൾ ആ വാക്ക് ഉപയോഗിക്കാറുള്ളത്. പക്ഷെ ഇതിൽ ഈ പടത്തിൽ ഈ ദുരൂഹ സാഹചര്യം എന്ന് പറയുമ്പോൾ അതിൽ ഗൗരവമേറിയ വിഷയത്തോടൊപ്പം തന്നെ നർമ്മവും അല്ലെങ്കിൽ ആക്ഷേപഹാസ്യവും, പിന്നെ പൊതുവേ നമ്മൾ കണ്ടിട്ടുള്ള രതീഷ് ബാലകൃഷ്ണ പൊതുവാൾ സിനിമകളിൽ നിന്നും എന്തെങ്കിലും വ്യത്യസ്തമായിട്ട് സാധനം ഉണ്ടെങ്കിൽ കുറച്ചുകൂടി ഒരു ആക്ഷൻ സീക്വൻസുകളും കൂടെ ഉള്ള ഒരു സിനിമയാണ് ഒരു ദുരൂഹ സാഹചര്യത്തിൽ. അപ്പോൾ അതുകൊണ്ട് ഗൗരവമേറിയ സിനിമ എന്നതിലപ്പുറം അതിനോട് ഒരു നമ്മുടെ സമൂഹത്തിലെ പല കാര്യങ്ങളും ആക്ഷേപഹാസ്യ രൂപത്തിൽ പറയുന്ന, നർമ്മത്തിൽ കലർന്ന് പറയുന്ന, കുറച്ചുകൂടി ഇമോഷണൽ കോഷ്യൻ്റുള്ള ആക്ഷൻ സീക്വൻസുകളുള്ള ഒരു സിനിമയാണ് ഒരു ദുരൂഹ സാഹചര്യത്തിൽ. അതെല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്നുള്ള വിശ്വാസത്തിൽ അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ എഫേർട്ടും ഞങ്ങൾ എടുത്തിട്ടുണ്ട്, ആത്മാർത്ഥമായിട്ട് ചെയ്തിട്ടുണ്ട്. കാരണം ഇതിൻ്റെ ഓരോ കോണ്ടന്റുകളും നമ്മൾ പുറത്തേക്ക് വിടുമ്പോൾ അതിന് കിട്ടുന്ന സ്വീകാര്യത എന്ന് പറയുന്നത് ഞങ്ങൾക്കൊരു വലിയൊരു ആശ്വാസവും ഒരു വിശ്വാസവും തരുന്നൊരു കാര്യമാണ്, ആ ഒരു അക്സെപ്റ്റൻസ് എന്ന് പറയുന്നത്. അപ്പോൾ അത് തീർച്ചയായിട്ടും 15-ാം തീയതി വിഷുക്കാലത്ത് തിയേറ്ററിൽ വരുമ്പോൾ അതിനേക്കാളും നല്ല രീതിയിൽ അത് ആൾക്കാരെ, പ്രേക്ഷകരെ എൻ്റർടൈൻ ചെയ്യിക്കും എന്നുള്ളൊരു വിശ്വാസവും അതൊരു വിഷു കൈനീട്ടമായിട്ട് പ്രേക്ഷകർ സ്വീകരിച്ച് വിജയിപ്പിക്കും എന്നുള്ളൊരു പ്രാർത്ഥനയുമുണ്ട്. അതുപോലെ തന്നെ ഞങ്ങൾ നേരത്തെ ഇന്റർവ്യൂ ചെയ്തപ്പോൾ ജാഫറൊക്കെ പറഞ്ഞൊരു കാര്യമുണ്ട്, ഇതിലെ ഹെയർ സ്റ്റൈലിനെ പറ്റി ഞങ്ങൾ ചോദിച്ചു. വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു ഹെയർ സ്റ്റൈലാണ്. ആൻഡ് അപ്പൊ റോളിനെ പറ്റി ഒന്ന് പറയൂ ജാഫറിക്ക. അതായത് റോളിനെ കുറിച്ച് ഞാൻ പറഞ്ഞു. ഇപ്പം ഇതല്ല, ആ മുടിയല്ല ഇത്. എൻ്റെ പേര് ഈ സിനിമയിൽ ജാഫർ ഖാൻ തന്നെയാണ്. ഇടുക്കിക്കാരൻ തന്നെയാണ് ഈ സിനിമയിൽ ഞാൻ. പിന്നെ എനിക്ക് ഡയറക്ടർ ആദ്യം ഒരു പടത്തിൽ അദ്ദേഹത്തിൻ്റെ കൂടെ കനകം കാമിനി കനകം അതിനകത്ത് അഭിനയിച്ച ഒരു പരിചയമുണ്ട്. അതുകൂടാതെ ആ ടൈം തൊട്ട് എനിക്ക് കുറച്ച് ആത്മബന്ധമുണ്ട്. പിന്നെ നമ്മുടെ സ്റ്റീഫൻ സാറ് എനിക്ക് ഇടയ്ക്കിടയ്ക്ക് പടം തരുന്ന ഒരാളാണ്. അദ്ദേഹം എല്ലാവരും ആലോചിച്ച് പറക്കി. അതുപോലെ തന്നെ നമ്മുടെ നായകൻ സാറും എല്ലാം കൂടി വിളിച്ചിട്ടാണ് എല്ലാവരും കൂടെ ആലോചിച്ച് പറക്കിയാണ് ഞാൻ ഈ സിനിമയിൽ ചെയ്യുന്നത്. എനിക്കൊരു നല്ല വേഷമാണ് ഇതിനകത്ത് തന്നിരിക്കുന്നത്. ഇത് നിങ്ങൾ കണ്ടതിനകത്ത് നിന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഞാൻ ഇത്രയും കൂടുതലായിട്ടൊരു സിനിമ എന്ന് പറഞ്ഞാൽ ഞാൻ മെയിൻ ചെയ്യുന്ന ഒരു 3-4 പടം ഇറങ്ങിയിട്ടുണ്ട്, അതല്ല ഞാൻ പറഞ്ഞത്. അല്ലാതെ ഇങ്ങനത്തുള്ള വലിയ പടത്തിൽ എനിക്ക് ഏറ്റവും കൂടുതൽ അദ്ദേഹത്തിൻ്റെ കൂടെ തന്നെ നിന്ന് ചെയ്യാൻ പറ്റിയ ഒരു സിനിമയാണ് ദുരൂഹ സാഹചര്യത്തിൽ. അപ്പോൾ അദ്ദേഹം എന്നെ അവിടെ കൊണ്ടുപോയി കഴിഞ്ഞിട്ട് ഇതുപോലെ ഹെയർ സ്റ്റൈലൊക്കെ മാറ്റി വേറെ രൂപത്തിലേക്കാക്കി മാറ്റി എന്നിട്ട് എന്നോട് പറഞ്ഞു ഇത് ഇന്ന പോലെയൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞ പോലെയൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പം ദുരൂഹ സാഹചര്യത്തിൽ വിഷുവിന് ഇറങ്ങുകയാണ്. അപ്പം എല്ലാവരും ഈ പടവും കാണണം, കണ്ട് ഞങ്ങളെ സഹായിക്കണം എന്നാണ് എൻ്റെ സൈഡിൽ നിന്ന് ഞാൻ പറയുന്നത്. എല്ലാവരും, നിങ്ങളും മീഡിയക്കാരും എല്ലാവരും, എല്ലാ നാട്ടുകാരും നമ്മളെ ഈ പടം വിജയിപ്പിക്കണമെന്ന് പറയുന്നു. അടുത്ത റൗണ്ടിൽ ഞാൻ പറഞ്ഞാൽ പോലെ ഇനി എന്നെ പറയണ്ട, ഒന്ന് പറഞ്ഞു പറഞ്ഞു ഇനി അടുത്തൊന്ന് കൈമാറാം. ശരി. അപ്പൊ തീർച്ചയായിട്ടും ഈ പറയുന്ന 15-ാം തീയതി ഞങ്ങൾ ഉണ്ടാവും ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോയ്ക്ക്. താങ്ക് യു. ഞങ്ങൾ എല്ലാവരും. താങ്ക് യു ഹാൻസ്. ഹലോ സോറി, അത് ശംഭു രണ്ടാമത്തെ പ്രാവശ്യം തിരിക്കുന്നത് അല്ലേ? എന്റെ ദൈവമേ, ഇതെല്ലാവരും കേട്ടില്ലേ? കുഴപ്പമില്ലല്ലോ, കേട്ടില്ലേ? കുഴപ്പമില്ല. അങ്ങനെ മനസ്സിലായി. ഓക്കെ, സജിൻ പറയൂ. എല്ലാവർക്കും നമസ്കാരം. രതീഷേട്ടൻ്റെ ഒപ്പം വർക്ക് ചെയ്യാന്നുള്ള എൻ്റെ ഒരു ഭയങ്കര ഭാഗ്യമാണ്. ഞാൻ ഭയങ്കര ആഗ്രഹിച്ചൊരു സംഭവമായിരുന്നു. അപ്പോൾ ഈ പടത്തിലോട്ട് എന്നെ ഇൻവൈറ്റ് ചെയ്യണത് ചാക്കോച്ചനാണ്. അപ്പോൾ ഒരു ബക്കറ്റ് ലിസ്റ്റിലുള്ള ഡയറക്ടറാണ് രതീഷേട്ടൻ. രതീഷേട്ടൻ്റെ പടമാണെങ്കിലും നാത്തൻ കേസോട്, ആൻഡ്രോയുടെ കുഞ്ഞപ്പൻ, കനകം കാമിനി കലം, ഇതൊക്കെ എൻ്റെ ഇഷ്ടപ്പെട്ട സിനിമകളാണ്. അപ്പം അന്നോട്ടെ രതീഷേട്ടൻ വർക്ക് ചെയ്യണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അതിങ്ങനെ സംഭവിച്ചു. അത് ലിസിൻ ചേട്ടൻ്റെ ഒപ്പം ഞാൻ ആദ്യമായിട്ടാണ് വർക്ക് ചെയ്തത്. ഞാനൊരു ഡയറക്ടേഴ്സ് ആക്ടറാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ ഈ പടത്തിൽ ഭയങ്കര എളുപ്പമായിരുന്നു. രതീഷേട്ടൻ പറയുന്ന പോലെ അല്ലെങ്കിൽ
പുള്ളി അത് അഭിനയിച്ച് കാണിച്ചു തരും. അപ്പോൾ അത് ഭയങ്കര സിമ്പിളായിരുന്നു, കുറച്ചും കൂടി എളുപ്പമായിരുന്നു. അതുപോലെ തന്നെ നിങ്ങൾ സോങ്ങുകളൊക്കെ കണ്ടിരുന്നു. ഇതിലെ സോങ് ഞാൻ ആൽക്കലി എന്നുള്ള സോങ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതിൽ ചാക്കോച്ചനെ ഞാൻ ഡാൻസ് പഠിപ്പിക്കുന്ന ഒരു എപ്പിസോഡൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒരു ചെറിയ റിസ്ക് ആയിരുന്ന പരിപാടികളൊക്കെ ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് 15-ാം തീയതി പടം വരുന്നുണ്ട്. എൻ്റെ ക്യാരക്ടറിൻ്റെ പേര് ഇതിൽ രാജേന്ദ്ര പ്രസാദ് എന്നാണ്. അപ്പോൾ അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഈ പടത്തിൽ ഒരു പോയിന്റിൽ ഈ ക്യാരക്ടറിൻ്റെ കാല് ഇഞ്ചുറി ആവും. അപ്പോൾ അതിനുശേഷം ത്രൂ ഔട്ട് അത് മെയിൻറ്റെയിൻ ചെയ്തിട്ടാണ് ആ ക്യാരക്ടറിൻ്റെ ആർക്ക്. അപ്പോൾ റിയലായിട്ട് അത് ഷൂട്ട് ചെയ്യുന്ന തൊട്ട് മുന്നേ എൻ്റെ കാല് ശരിക്കും ഇഞ്ചുറി ആയി ഷൂട്ട് ചെയ്യുന്ന സമയത്ത്. അപ്പോൾ ഒരു എയർലൈൻ ഫ്രാക്ചർ ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ടാണ് പിന്നെ ത്രൂ ഔട്ട് പിന്നെ അഭിനയിച്ചത്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കുറച്ച് ദുരൂഹ സാഹചര്യങ്ങൾ ആ പടത്തിലുണ്ടായിരുന്നു. അപ്പോൾ വേറെ പടമായിരുന്നെങ്കിൽ അപ്പം തന്നെ പാക്കപ്പ് പറഞ്ഞ് ഇദ്ദേഹത്തിൻ്റെ ചികിത്സ എല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ഒരു 6 മാസം കഴിഞ്ഞ് 8 മാസം കഴിഞ്ഞാൽ തുടങ്ങും. പക്ഷേ ഇവരെല്ലാം കൂടി അങ്ങനെയായി. അത് ചെറിയ പരിക്കായതുകൊണ്ട് കുഴപ്പമില്ല. ഫസ്റ്റ് ഡേ തന്നെയാണ് സംഭവിച്ചത്. അപ്പോൾ അതുകൊണ്ട് 4 ദിവസം ഒരു 5 ദിവസമൊക്കെ റെസ്റ്റ് വന്നതിന് ശേഷം ബാക്കി ഷൂട്ട് ചെയ്തു. അപ്പോൾ അങ്ങനെയാണ്. പിന്നെ എല്ലാവരുടെയും ഭയങ്കര ഡിഫറെൻറ്റ് ലുക്കാണ്. രതീഷേൻ്റെ പടത്തിലൊക്കെ അങ്ങനെയാണ്. എന്നെയൊക്കെ കാണാത്ത രീതിയിലാണ് ക്ലീൻ ഷേവ് ചെയ്തൊരു മാർക്കൊക്കെ ഉണ്ട്, ഒരു പാച്ചൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ജാഫർക്കാട് നേരത്തെ പറഞ്ഞ പോലെ ഹെയർ സ്റ്റൈല്, ചാക്കോച്ചൻ്റെ ആണെങ്കിലും എല്ലാവരും ദിലീഷേൻ്റെ ഒക്കെ ആണെങ്കിലും. പിന്നെ ഒരു ഇതിൽ 4 ഡയറക്ടേഴ്സിൻ്റെ ഒപ്പം വർക്ക് ചെയ്യാൻ പറ്റി. രതീഷ് ബാലകൃഷ്ണ പൊതുവാൾ, ദിലീഷ് പോത്തൻ, രാജേഷ് മാധവൻ, ചിദംബരം, ഇവരൊപ്പം വർക്ക് ചെയ്യാൻ പറ്റി. വളരെ സന്തോഷമുണ്ട്. എന്തായാലും 15-ാം തീയതി സിനിമ വരികയാണ്. എന്തായാലും അടിപൊളി സിനിമ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. താങ്ക് യു. തീർച്ചയായിട്ടും താങ്ക് യു. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ഉദയ പിക്ചേഴ്സും മാജിക് ഫ്രെയിംസും കോംബോ. നിങ്ങൾ 2 ഇത് കൂടെ ഒരുമിച്ചാണ് ഒരു പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. അത് തീർച്ചയായിട്ടും ഞങ്ങൾക്കത് അറിയേണ്ടിയിരിക്കുന്നു. അതൊരു വലിയൊരു കാര്യം തന്നെയാണ്. പറയൂ ലിസ്നേട്ടാ. ചാക്കോച്ചൻ തന്നെയാണ് ഈ പ്രോജക്റ്റ് എൻ്റെ അടുത്തേക്ക് പറഞ്ഞു വിട്ടത്. അപ്പം തീർച്ചയായിട്ടും ചാക്കോച്ചനായിട്ട് അസോസിയേറ്റ് ചെയ്യാൻ സാധിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട്. എൻ്റെ സിനിമാ ജീവിതത്തിൽ എൻ്റെ ഫസ്റ്റ് സിനിമയായിട്ടുള്ള ട്രാഫിക്കിലേക്ക് ഞാൻ വരുമ്പോൾ അന്ന് മുതലുള്ള ബന്ധമാണ് ചാക്കോച്ചനുമായിട്ട്. അപ്പോൾ ഈ സിനിമയുടെ ഡയറക്ടറും ചാക്കോച്ചനും തമ്മിലുള്ള സൗഹൃദത്തിൽ തന്നെയാണ് ഈ സിനിമ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ വന്ന സാഹചര്യത്തിൽ അപ്പോൾ ചാക്കോച്ചൻ അത് എൻ്റെ അടുത്തേക്ക് ഈ സബ്ജക്റ്റ് പറയുകയും ഈ പടം നമുക്ക് ഒരുമിച്ച് ചെയ്യാമെന്ന് പറയുകയും ചെയ്യുമായിരുന്നു. അപ്പം അത് വളരെയധികം സന്തോഷമുണ്ട്. ഒരു വളരെയധികം ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു സിനിമയാണ്. കാരണം എല്ലാ ആർട്ടിസ്റ്റുകളുടെ ഒരു മാക്സിമം പെർഫോമൻസ് ഈ സിനിമയിൽ കാണാനായിട്ട് സാധിക്കും. ഇപ്പോൾ ചാക്കോച്ചനാണെങ്കിലും വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു കഴിഞ്ഞ പടമാണെങ്കിലും ചാക്കോച്ചനും രതീഷും തമ്മിലുള്ളൊരു പടത്തിൽ ചാക്കോച്ചൻ്റെ ഒരു വേറിട്ട ഒരു ക്യാരക്ടറായിരുന്നു. അപ്പോൾ എന്ന് പറഞ്ഞ പോലെ ചാക്കോച്ചൻ ആയിക്കോട്ടെ, സജിൻ ആയിക്കോട്ടെ, ജാഫർ കെ ആയിക്കോട്ടെ, എല്ലാവരുടെയും ഒരു വേറിട്ട ഒരു പെർഫോമൻസ് ഈ സിനിമയിൽ നന്നായിട്ട് മാക്സിമം ആ ഡയറക്ടർ എടുത്തിട്ടുണ്ട്. പ്രേക്ഷകർക്ക് മുന്നിൽ കൊണ്ടുവരാനായിട്ട് സാധിക്കും. ഇപ്പോൾ വിഷു ദിനത്തിലാണ് ഈ സിനിമ റിലീസാവുന്നത്. അതായത് സിനിമയുടെ ഏറ്റവും നല്ലൊരു കാലഘട്ടത്തിൽ മാർച്ച് 18-ാം തീയതി മുതൽ സിനിമകൾ ഇറങ്ങിക്കഴിഞ്ഞാൽ എല്ലാ സിനിമകളും ഹിറ്റായിട്ട് പൊയ്ക്കൊണ്ടിട്ടിരിക്കുകയാണ്. അപ്പം ആ കൂടെ ഇപ്പോൾ ലാസ്റ്റ് മോഹിനിയാട്ടം വാഴ 2 ആയിക്കോട്ടെ, എല്ലാം ഗംഭീര കളക്ഷനിൽ പോവാണ്. ഇനി ടൊവിനോയുടെ പടം ഇറങ്ങുന്നു, കൂടെ നമ്മൾ ഇറങ്ങുന്നു. അപ്പം വെക്കേഷൻ ടൈമാണ്. ഇപ്പോൾ സിനിമയ്ക്ക് വേണ്ടിയിട്ട് എല്ലാവരും കാത്തിരിക്കുന്ന ഒരു സമയം കൂടെയാണ്. അപ്പം ആ കാലഘട്ടത്തിൽ തന്നെ അല്ലെങ്കിൽ ഈ വിഷു ദിനത്തിൽ തന്നെ ഈ സിനിമ കൊണ്ടിറക്കാൻ പറ്റുന്നത് വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ്. താങ്ക് യു. ശരണ്യ നേരത്തെ ഇൻ്റർവ്യൂവിൽ പറഞ്ഞൊരു കാര്യമുണ്ട്. അതായത് ഒരുപാട് ചാക്കോച്ചൻ്റെയൊക്കെ ഒരുപാട് സിനിമകൾ കാണുമ്പോഴൊക്കെ മൈൻഡിൽ ഉണ്ടായിരുന്നു ഐ വോണ്ട് ടു വർക്ക് വിത്ത് ഹിം എന്ന്, അല്ലെങ്കിൽ കൂടെ അഭിനയിക്കണം എന്നൊക്കെ. അത് ഇപ്പോൾ അത് ശരി ആ ഒരു ഡ്രീം കം ട്രൂ വന്നപ്പോൾ ഉള്ള ഒരു ഫീൽ എങ്ങനെ ഉണ്ടായിരുന്നു? എല്ലാവർക്കും നമസ്കാരം. ആക്ച്വലി ചാക്കോച്ചനെ നമ്മളെപ്പോഴും ആസ് ആൻ ഓഡിയൻസ് നമ്മളെപ്പോഴും കണ്ട് ആസ്വദിക്കുകയായിരുന്നു ചെയ്തുകൊണ്ടുണ്ടായിരുന്നത്. അപ്പോൾ വി യൂസ് ടു പേഴ്സണലി വിഷ്വലി റൊമാൻറ്റിസൈസ് ചെയ്യും നമ്മുടെ സ്വന്തം ആളെന്നുള്ള രീതിയിലാണ് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഓൾ ഓഫ് എ സഡൻ പെട്ടെന്നാണ് ഫോർച്ചുനേറ്റ്ലി ഐ ഗോട്ട് ദിസ് ഓപ്പർച്യൂണിറ്റി ടു വർക്ക് വിത്ത് ഹിം. അപ്പോൾ ഫസ്റ്റ് ടൈം നേരിട്ട് കാണുമ്പോൾ ഭയങ്കര ദിസ് ഇസ് ടു ഫാസ്റ്റ് എന്നുള്ള രീതിയായിരുന്നു. എനിക്ക് തോന്നിയില്ല, ലൈക്ക് ഞാൻ പ്രിപ്പയർഡ് ആയിരുന്നു എനിക്ക് തോന്നിയില്ല. സോ ഐ ഹാഡ് ടു വർക്ക് ഹാർഡ് ആൻഡ് ലെവൽ അപ്പ് എന്നുള്ള സാധനം, സോ ദാറ്റ് ഐ കനോട്ട് മേക്ക് മിസ്റ്റേക്ക് എന്നുള്ളൊരു സാധനം. ഞാൻ കുറച്ച് സ്ട്രിക്റ്റ് ആയിരുന്നു. ബട്ട് താങ്ക്ഫുള്ളി ചാക്കോച്ചൻ ഞാൻ വിചാരിച്ച പോലെ അല്ലായിരുന്നു, ഭയങ്കര സിമ്പിൾ ആൻഡ് കാമായിരുന്നു. ആൻഡ് ഞാനായിരുന്നു കൂടുതൽ നെർവസ്. ഇവൻ ദോ ആ മൂവിയിലെ എൻ്റെ ഞാൻ ചെയ്യുന്ന ക്യാരക്ടർ മിനി എന്ന് പറഞ്ഞാണ് എൻ്റെ പേര്. അപ്പോൾ ആ ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ മിനി കുറച്ചും കൂടി ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു നേച്ചറാണ്.
പക്ഷേ അതിന് വേണ്ടിയിട്ട് എൻ്റെ പ്രിപ്പറേഷൻ ലൈക്ക് ഐ വാസ് വർക്കിംഗ് സോ ഹാർഡ് സോ ദാറ്റ് യാ ഐ കുഡ് മേക്ക് ഇറ്റ് ഈസി എന്ന് എനിക്ക് തോന്നുന്നു. ശരി. ഇപ്പൊ കുറച്ചു മുമ്പ് ചാക്കോച്ചൻ ഇട്ടൊരു പേരുണ്ട് മിനിക്ക്, അല്ലേ? തീപ്പൊരി മിനി. തീപ്പൊരി മിനിയ. ഇനി അങ്ങനെ അറിയപ്പെടട്ടെ എന്നല്ലേ? തീർച്ചയായിട്ടും. ഓക്കെ, താങ്ക് യു ശരണ്യ, താങ്ക് യു. ഒരു ദുരൂഹത നിൽക്കുന്നുണ്ട് ഈ സിനിമയിൽ. ഇതിൽ രണ്ട് കാര്യങ്ങൾ, പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങൾ. ഒന്ന്, ലിസ്റ്റിൻ ചാക്കോച്ചനുമായിട്ട് ആദ്യം ഒന്നിക്കുന്നു. ഇതിനു മുമ്പ് പൃഥ്വിരാജുമായിട്ട് പ്രൊഡക്ഷൻ, അതിനുശേഷം നിവിൻ പോളിയായിട്ട് പ്രൊഡക്ഷൻ, ഇപ്പോൾ ചാക്കോച്ചനുമായിട്ടുള്ള പ്രൊഡക്ഷൻ. അതിൽ ഈ കഴിഞ്ഞ സിനിമകളിൽ പൃഥ്വിയായിട്ടും നിവിനുമായിട്ട് നിന്നു. അവരിൽ നിന്നും പിന്നെ കൂടാതെ ഒരു ദുരൂഹ സാഹചര്യത്തിൽ ചാക്കോച്ചൻ്റെ കൂടി അതിൽ ദുരൂഹത എന്തോ ഒളിച്ചിരിക്കുന്ന പോലെ എനിക്ക് തോന്നുന്നുണ്ട്. ഇല്ല, ഇതാണ് അതിന് ആപ്റ്റായിട്ട് വന്ന സിനിമ എന്നാണ് ചാക്കോച്ചൻ പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ടിട്ട് സിനിമയ്ക്ക് വേണ്ടിയിട്ട് കൈ ഓർത്തന്നേ ഉള്ളൂ. ഞങ്ങൾ പല സിനിമകൾ ചെയ്തിട്ടുണ്ട്, ഇത് കഴിഞ്ഞിട്ട് വേറെ സിനിമകൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരുമിച്ച് ഒരു പ്രൊഡക്ഷൻ ചെയ്യാനായിട്ട് പറ്റിയ സിനിമ. അപ്പോൾ അങ്ങനെയാണല്ലോ സിനിമകൾ സംഭവിക്കുന്നതാണല്ലോ. അപ്പോൾ ഈ സിനിമ കോപ്പറേഷൻ ചെയ്യാനായിട്ട് സാധിച്ചു. അല്ല, ഈ നിവിനുമായിട്ട് പിന്നീട് സിനിമകളൊന്നും കാണുന്നില്ല. നിവിനുമായിട്ട് പ്രൊഡക്ഷൻ കമ്പനി പോലും ഇപ്പം നിങ്ങൾ ഒരുമിച്ചില്ല എന്നാണ് നമുക്ക് പൊതുവെ അറിയാവുന്നത്. ചാക്കോച്ചനുമായിട്ട് ഇനി തുടർന്നു പോകാനുള്ള ഒരു താല്പര്യം എത്രമാത്രം ഉണ്ടാവും? അല്ല, ഞാൻ പറഞ്ഞല്ലോ, ഇതെല്ലാം സംഭവിക്കുന്നതാണല്ലോ സന്തോഷം. നമ്മൾ സിനിമകൾ ഹിറ്റാവുകയും അല്ലെങ്കിൽ നമ്മൾ കോപ്പറേഷൻ ചെയ്തപ്പോൾ നമ്മളൊരു പ്രതീക്ഷിച്ച ഒരു കാര്യം പോസിറ്റീവായിട്ട് സംഭവിക്കുകയൊക്കെ ചെയ്യുമ്പോഴാണ് കൂടുതലായിട്ട് അതിനെപ്പറ്റി ചിന്തിക്കുക. അപ്പം ഇതങ്ങനെ ഒരു പ്രത്യേക ഒരു ഇൻറ്റൻഷനിൽ ഒരു ഭയങ്കരമായിട്ട് ഒരു എന്താ പറയുക, ഇതൊരു സൂപ്പർ ഹിറ്റായി ഭയങ്കര പൈസ ഉണ്ടാക്കി അങ്ങനെയല്ല. സിനിമകൾ ഹിറ്റാവുന്നതെല്ലാം ഓട്ടോമാറ്റിക്കലി സംഭവിക്കുന്നതാണ്. രണ്ടു പേര് തമ്മിൽ ചേരാമെന്ന് അല്ലെങ്കിൽ കോപ്പറേഷൻ ചെയ്യാമെന്ന് തീരുമാനിക്കുന്നതാണല്ലോ വലിയൊരു കാര്യം. അപ്പം അത് പോസിറ്റീവായിട്ട് എടുക്കുന്നത് മാത്രമേ ഉള്ളൂ. ചാക്കോച്ചൻ ലിസ്റ്റിനായിട്ട് ഒത്തിരി കാലത്തെ ബന്ധങ്ങളുണ്ട്. ഇപ്പോഴാണൊന്ന് ഒന്നിക്കുന്നത്. ഈ ലിസ്റ്റിൻ ചെയ്യുന്ന പടങ്ങളും അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂഷൻ എടുക്കുമ്പോൾ ഒരു സക്സസ് മാനായിട്ട് ലിസ്റ്റിനെ കണ്ടത് കൊണ്ടാണോ ലിസ്റ്റിനുമായിട്ടൊന്ന് കൈകോർക്കാം അല്ലെങ്കിൽ ലിസ്റ്റിനുമായിട്ട് ഇങ്ങനെ ചേർന്ന് പോകാമെന്ന് ഈ സിനിമയ്ക്കൊന്ന് തീരുമാനിക്കാൻ കാരണം? ലിസ്റ്റിൻ്റെ തുടക്ക സിനിമ ട്രാഫിക് മുതലൊരു അഭിനേതാവ് എന്നുള്ള രീതിയിൽ ഞാനും ലിസ്റ്റിനും അസോസിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് സിനിമകൾ അതിന് ശേഷവും ഹൗ ഓൾഡ് ആർ യു പോലുള്ള സിനിമകളുണ്ട്, അല്ലെങ്കിൽ ഇപ്പോൾ ദുരൂഹ സാഹചര്യമുണ്ട്. അത് വിജയിച്ച സിനിമകൾ മാത്രമല്ല, പരാജയപ്പെട്ട സിനിമകളും അതിലുണ്ട് എന്നുള്ളതാണ് വസ്തുത. അപ്പോൾ വിജയിച്ച സിനിമകൾ മാത്രം കണക്കിലെടുത്തിട്ടാണ് ഈ കൂട്ടായ്മ എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അത് തെറ്റായൊരു ധാരണയാണ്. പരാജയപ്പെട്ട സിനിമകളുണ്ട്, നല്ല അഭിപ്രായം കിട്ടിയിട്ടും പരാജയപ്പെട്ട സിനിമകളുണ്ട്, അഭിപ്രായം കിട്ടാതെയും പരാജയപ്പെട്ട സിനിമകളുണ്ട്, വിജയിച്ച സിനിമകൾ ഒരുപാടുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ സിനിമകൾ ഉണ്ടാവണം, പ്രത്യേകിച്ച് നല്ല സിനിമകൾ ഉണ്ടാകണം എന്നുള്ള ആഗ്രഹത്തിൻ്റെ പുറത്താണ് ഈ ഒരു സിനിമയുമായിട്ട് ഞങ്ങൾ ഒത്തുചേരുന്നത്. അത് അഭിനേതാവ് എന്നുള്ള രീതിയിലും അതേപോലെ തന്നെ പ്രൊഡക്ഷൻ പാർട്ട്നേഴ്സ് എന്നുള്ള രീതിയിലും ആദ്യമായിട്ട് ഒത്തുചേരുന്നു എന്നുള്ളൊരു സാഹചര്യം ഇപ്പോഴാണ് ഉണ്ടായത് എന്നുള്ളതാണ് സത്യം. അല്ലാതെ ലിസ്റ്റിൽ നിന്നുള്ളൊരു പ്രൊഡ്യൂസർ അല്ലെങ്കിൽ ഒരു ബിസിനസ് മാനെ കണ്ടിട്ടോ അല്ലെങ്കിൽ ഞാൻ എന്നുള്ളൊരു ആക്ടറിൻ്റെ മാർക്കറ്റബിലിറ്റി നോക്കിയിട്ടോ ഒന്നുമല്ല ഇത് സംഭവിക്കുന്നത്. ഒരു നല്ല സിനിമ ഉണ്ടാവണം, അപ്പോൾ അതിന് ഉള്ള സാഹചര്യങ്ങൾ, ഏറ്റവും നല്ല സാഹചര്യങ്ങൾ ഉണ്ടാവണം എന്നുള്ളതിൻ്റെ ഒരു ആഗ്രഹത്തിന് പുറത്തും ഒരു വിശ്വാസത്തിന് പുറത്തും ഒരു നല്ല സിനിമയായിട്ട് മാറും എന്നുള്ളൊരു ഒരു തോന്നലുമാണ് ശരിക്കും ഈ ഒരു കൂട്ടായ്മയ്ക്ക് കാരണമായത്. ഈ സിനിമയുടെ ജയപരാജയങ്ങൾ മുന്നോട്ടുള്ള യാത്രയ്ക്ക് ബാധകമാകുമോ എന്നുള്ളത് അതൊരു ഫാക്ടറാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ വിജയങ്ങളും പരാജയങ്ങളും ഞങ്ങളുടെ സിനിമാ ജീവിതത്തിൽ ഒന്നിച്ചുള്ള യാത്രയിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നല്ല സിനിമകൾക്ക് വേണ്ടി ഈ സിനിമയുടെ റിസൾട്ട് എന്ത് തന്നെ ആവട്ടെ, അത് മുന്നോട്ടുള്ള യാത്രയ്ക്ക് ഒരു ഫാക്ടറാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അത് ഇതിൻ്റെ ജയപരാജയങ്ങൾക്കപ്പുറം നല്ല സിനിമകൾക്ക് വേണ്ടി വീണ്ടും ഒന്ന് ചെയ്യും. താങ്ക് യു. ചാക്കോച്ച, ഇപ്പം ട്രെയിലർ നോക്കുവാണെങ്കിൽ ഈവൻ ഒരു ചിരിക്കകത്താണെങ്കിൽ പോലും ചാക്കോച്ചൻ ഇതുവരെ ചെയ്തതിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ടൊരു കാര്യമാണ് ആ ചിരി വരെ ഉള്ള ഒരുപാട് കാര്യങ്ങൾ. അപ്പം ഈ പുതുതായിട്ടുള്ള എന്തൊക്കെ കാര്യങ്ങളുണ്ടാവും ഈ സിനിമയിൽ ചാക്കോച്ചൻ ചെയ്യാനായിട്ട്? പൊതുവെ ഇപ്പം ചാക്കോച്ചൻ ഇതുവരെ ചെയ്യാത്തതായിട്ടുള്ള എന്തൊക്കെ പുതിയ കാര്യങ്ങൾ ഈ സിനിമയിൽ ഉണ്ടാവും? അല്ല, ഇതിൽ ശരിക്കും രതീഷ് പൊതുവാൾ എന്നൊരു ഡയറക്ടറിൻ്റെ ക്രിയേറ്റീവ് സൈഡ് വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള രീതിയിൽ കാണാനായിട്ട് നമുക്ക് സാധിക്കും. ഇപ്പം എൻ്റെ കഥാപാത്രം മാത്രമല്ല, ഇതിലുള്ള എല്ലാവരുടെയും, ഇപ്പോൾ സജിൻ്റെ ഒരു അപ്പിയറൻസ് ആണെങ്കിലും അല്ലെങ്കിൽ ദിലീഷിൻ്റെ ഒരു അപ്പിയറൻസ് ആണെങ്കിലും ഈവൻ ജാഫ്രിക്കയുടെ അപ്പിയറൻസ് ആണെങ്കിലും എല്ലാവരുടെയും അപ്പിയറൻസുകളിൽ തന്നെ കാതലായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതേപോലെ തന്നെ അവരെ അവതരിപ്പിക്കുന്ന രീതികളിലാണെങ്കിലും അവർ പെർഫോം ചെയ്യുന്ന രീതികളിലാണെങ്കിലും
അവരുടെ ഒരു ബോഡി ലാംഗ്വേജിലാണെങ്കിലും എല്ലാം ആ ഒരു വ്യത്യസ്തത കൊണ്ടുവരാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. ഇതിൽ സജിൻ്റെ ക്യാരക്ടർ ഒരു കെമിസ്ട്രി അധ്യാപകനാണ്. അപ്പോൾ അതിൽ സജിൻ സംസാരിക്കുന്ന കൂട്ടത്തിൽ തന്നെ ഇങ്ങനെ വായുവിൽ എഴുതും. സാധാരണ നമ്മൾ സാറുമാരെ പഠിപ്പിക്കുമ്പോൾ എഴുതുന്ന പോലെ ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ പുള്ളി എഴുതും. അപ്പോൾ ഞാൻ രതീഷിനോട് ചോദിച്ചു, അത്രയ്ക്ക് അങ്ങ് വേണോ, അത്ര ഡീറ്റെയിലിംഗ് നമുക്ക് ആവശ്യമുണ്ടോ എന്ന് ഞാൻ ചോദിച്ചായിരുന്നു. അപ്പോൾ ഈ അടുത്ത് എൻ്റെ മദറിലോ പ്രിയയുടെ അമ്മ വീട്ടിൽ വന്നപ്പോൾ പുള്ളിക്കാരി ബയോളജി ടീച്ചറായിരുന്നു. അപ്പോൾ ഞാൻ എന്തോ പുള്ളിക്കാരിയോട് സംസാരിക്കുന്നിടയ്ക്ക് പുള്ളിക്കാരി ഉത്തരം പറയുന്നതിനിടയ്ക്ക് ഇങ്ങനെ എഴുതുന്നു. അതായത് മേശപ്പുറത്ത് അല്ലെങ്കിൽ പുള്ളിക്കാരുടെ മടിയിലൊക്കെ ഇങ്ങനെ എഴുതാറുണ്ട് സംസാരിക്കുന്ന കൂട്ടത്തിൽ. അപ്പോൾ അങ്ങനെ അത്രയും ഡീറ്റെയിൽഡായിട്ട് ഓരോ ക്യാരക്ടറിൻ്റെയും മാനറിസംസും ക്യാരക്ടറൈസേഷൻസിൻ്റെ ഓരോ ന്യൂവാൻസസും ഒക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് നോക്കുന്ന ഒരു ഡയറക്ടറാണ് രതീഷ് പൊതുവാൾ. അപ്പോൾ അത് എല്ലാ കഥാപാത്രങ്ങളിലും അങ്ങനത്തെ ഡീറ്റെയിലിങ്ങുകൾ, അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ ഡെയിലി ലൈഫിൽ കാണുന്ന ക്യാരക്ടേഴ്സിൻ്റെ ആൾക്കാരുടെ ചെറിയ ചെറിയ ക്യാരക്ടറൈസേഷൻസ് പോലും നമ്മൾ കണ്ടിട്ടില്ലെങ്കിൽ പോലും അദ്ദേഹം കണ്ടിട്ടുണ്ട്. അത് വളരെ ഓർഗാനിക്കായിട്ട് ഈ സിനിമയിലെ കഥാപാത്രങ്ങളിലായിട്ട് കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുമുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരുപാട് ഇൻസിഡൻസ് ഇതിലുണ്ട്. പിന്നെ ദുരൂഹ സാഹചര്യം എന്ന് പറയുമ്പോൾ ഒരു ഗൗരവം എന്നുള്ളതിൻ്റെ അപ്പുറത്തേക്ക് വളരെ റിലേറ്റബിൾ ആയിട്ടുള്ള കുറേ സാഹചര്യങ്ങളുണ്ട്, അല്ലെങ്കിൽ കഥാപാത്രങ്ങളുണ്ട്. ഇതിൽ എൻ്റെ സേതു എന്ന് പറയുന്ന കഥാപാത്രം ഒരു ആരോഗ്യ മേഖലയിലെ ഒരു ഓഫീസ് ബോയാണ്, ഒരു ക്ലറിക്കൽ വർക്ക് ചെയ്യുന്ന ആളാണ്. പക്ഷേ പുള്ളി ചെയ്യാത്ത ജോലികളില്ല. പുള്ളിയെ എല്ലാ തരത്തിലും എല്ലാ ആൾക്കാരും ചൂഷണം ചെയ്യാറുണ്ട്. ജോലി സ്ഥലത്താണെങ്കിലും സുഹൃത്തുക്കളാണെങ്കിലും അല്ലെങ്കിൽ പരിചയക്കാരാണെങ്കിലും ബന്ധുക്കളാണെങ്കിലും എല്ലാവരും ചൂഷണം ചെയ്യാറുണ്ട്. അപ്പം അങ്ങനെ ചൂഷണം ചെയ്യപ്പെടുന്ന ഒരു സൊസൈറ്റി, ഒരു മേഖലയിലുള്ള ഒരാളുടെ ഒരു സമൂഹത്തിലെ ഒരു സ്ട്രാറ്റയുടെ ഒരു റെപ്രസെൻറ്റേറ്റീവാണ് ചിലപ്പോൾ സേതു. അയാളുടെ ജീവിതത്തിലേക്ക് മറ്റു പലരും കടന്നു വരുമ്പോൾ, പ്രത്യേകിച്ച് സജിൻ ചെയ്യുന്ന രാജേന്ദ്ര പ്രസാദ് എന്ന ക്യാരക്ടർ കടന്നു വരുമ്പോൾ പിന്നീടുണ്ടാകുന്ന മാറ്റങ്ങൾ, അല്ലെങ്കിൽ മിനി എന്ന് പറയുന്ന ക്യാരക്ടർ, പുള്ളിക്കാരി വളരെ ബോൾഡായിട്ടുള്ള ക്യാരക്ടറാണ്. ആ നാട്ടിൽ നടക്കുന്ന ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി ജനങ്ങൾക്ക് വേണ്ടി പ്രതികരിക്കുന്ന ഒരു കഥാപാത്രമാണ്. ഇവരെ എല്ലാവരും എങ്ങനെയാണ് സേതുവിൻ്റെ ജീവിതത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരുന്നത് എന്നുള്ളത് ഹാസ്യരൂപേണയും അല്ലെങ്കിൽ ആക്ഷേപഹാസ്യത്തിൻ്റെ രൂപത്തിലും കുറച്ച് ഇമോഷണലായിട്ടും കുറച്ച് ആക്ഷൻ ഓറിയൻ്റായിട്ടും പറഞ്ഞു പോകുന്നൊരു സിനിമയാണ് ഒരു ദുരൂഹ സാഹചര്യത്തിൽ. അതിൽ ഈ കഥാപാത്രങ്ങളെ വ്യത്യസ്തമായ രീതിയിൽ, അത് രസകരമായിട്ടുള്ള രീതിയിൽ, ഇമോഷണലായിട്ടുള്ള രീതിയിൽ അവതരിപ്പിക്കാനായിട്ട് രതീഷ് പൊതുവാൾ എന്ന സംവിധായകനും തിരക്കഥാകൃത്തിനും സാധിച്ചിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. ചാക്കോച്ചൻ ഓൾസോ ഇപ്പം ചാക്കോച്ചൻ്റെ ഒരു കംബാക്ക് പീരീഡ് ഉണ്ടായിരുന്നു. അതായത് ഈ ട്രാഫിക് മുതൽ ഇങ്ങോട്ടുള്ള സിനിമാസ് നോക്കുവാണെങ്കിൽ ചാക്കോച്ചൻ ജസ്റ്റ് റൊമാൻറ്റിക് ഹീറോയ്ക്ക് അപ്പുറത്തേക്ക് എന്താ പറയുക, ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള ക്യാരക്ടേഴ്സ് ചെയ്തു, ഈവൻ വില്ലൻ ഉൾപ്പെടെ. അപ്പം ഇതിനുള്ള കോൺഫിഡൻസ് എവിടെ നിന്നായിരുന്നു, ഇല്ലെങ്കിൽ ഒരു ക്ലീഷേഴ്സ് എല്ലാം പൊളിച്ചെടുക്കണമെന്നൊക്കെ തുടങ്ങിയത്? ഇടക്കാലത്ത് സിനിമയിൽ നിന്ന് മാറി നിന്നപ്പോഴാണ് പ്രേക്ഷകർ എത്രത്തോളം സ്നേഹിക്കുന്നുണ്ട് എന്നുള്ള തിരിച്ചറിവ് ഉണ്ടാകുന്നത്. അപ്പോൾ അത് തുടക്കകാലത്ത് സിനിമയെ സ്നേഹിക്കാതെ ആഗ്രഹിക്കാതെ വന്ന ഒരാളാണ് ഞാൻ. അത് കഴിഞ്ഞിട്ട് ആ സ്നേഹം, പ്രേക്ഷകർ എന്നോടുള്ള സ്നേഹം തിരിച്ചറിയുകയും അത് തിരിച്ചു കൊടുക്കുക എന്നുള്ളത് നല്ല കഥാപാത്രങ്ങളുടെയും സിനിമകളുടെയും ആവണം എന്നുള്ള തിരിച്ചറിവിൻ്റെ പുറത്താണ് വ്യത്യസ്തമായ കഥാപാത്രങ്ങൾക്ക് വേണ്ടിയുള്ള അന്വേഷണവും ശ്രമവും യാത്രയും തുടങ്ങിയത്. ഒരു 5-6 കൊല്ലങ്ങളായിട്ട് ചെയ്യുന്ന സിനിമകൾ, വ്യത്യസ്തമായ സിനിമകളും അല്ലെങ്കിൽ കഥാപാത്രങ്ങളും കുറച്ചുകൂടെ ആഘോഷിക്കപ്പെടുന്നുണ്ടെങ്കിൽ, പക്ഷെ അതിനുള്ള ശ്രമങ്ങൾ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് തുടങ്ങിയതാണ്. ചെറിയ ക്യാരക്ടറുകളിലൂടെ അല്ലെങ്കിൽ ചെറിയ റോളുകളിലൂടെ ആണെങ്കിലും എല്ലാം. ട്രാഫിക്കൊക്കെ അങ്ങനത്തെ രീതിയിൽ ഒരു കഥാപാത്രത്തെ ഒരു ക്യാരക്ടർ അല്ലെങ്കിൽ ഇമേജ് ചേഞ്ചിന് വേണ്ടി ഒരുപാട് സഹായിച്ചിട്ടുള്ള ഒരു സിനിമയാണ്. അങ്ങനെ ഒരുപാട് സിനിമകൾ, കുറേ നെഗറ്റീവ് ഷെയ്ഡ്സ് ഉള്ള ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. ഹ്യൂമർ ചെയ്യാതിരുന്ന് ഞാൻ ഹ്യൂമർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ പാളിപ്പോയിട്ടുമുണ്ട്. എന്നാൽ അങ്ങനത്തെ ഒരു ട്രയൽ ആൻഡ് എറർ പ്രോസസ്സ് കഴിഞ്ഞിട്ട് വളരെ പതുക്കെയാണ് ട്രാൻസ്ഫോർമേഷൻ നടന്നത്. അല്ലാതെ ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് ഭയങ്കരമായിട്ട് മാറ്റം ഉണ്ടായി വന്നൊരാളല്ല ഞാൻ. അതിൻ്റെ പുറകിൽ കുറേ അധ്വാനങ്ങളുണ്ട്, കുറേ തിരസ്കാരങ്ങളുണ്ട്, പരാജയങ്ങളുണ്ട്, വിജയങ്ങളുണ്ട്, എല്ലാം അതിൻ്റെ ഭാഗമാണ്. താങ്ക് യു ചാക്കോച്ച. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സജിൻ ബ്രോ നമസ്കാരം. നമസ്കാരം ബ്രോ. നിങ്ങൾ ഈ ട്രയോ കോംബോ, അതായത് ചേട്ടനായാലും ചാക്കോച്ചനായാലും ദിലീഷേട്ടനായാലും, അപ്പം എനിക്കൊന്ന് പടത്തിൽ ഒരു പോർഷൻ കഴിഞ്ഞാൽ നിങ്ങൾ 3 പേരും തമ്മിലുള്ള ഒരു കോമ്പിനേഷൻ ആയിരിക്കും പ്രേക്ഷകരെ കൂടുതൽ എക്സൈറ്റ് ചെയ്യിക്കുന്നത്, ത്രില്ല് ചെയ്യിക്കുന്നത്, ഇമോഷണൽ ആക്കുന്നത് ചെയ്യുന്നത്, ട്രെയിലർ കാണുമ്പോൾ ഫീൽ ചെയ്യുന്നത്. അപ്പം 3 ടൈപ്പ് ആളുകളാണ്. ഇതെല്ലാം ഒരു കുടക്കീഴ് വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു റിസൾട്ട് ഉണ്ട്, ഒരു കെമിക്കൽ കോംബോ പോലെ വേറൊരു കോമ്പിനേഷൻ ആയിരിക്കും ഇത്. ഇതുവരെ പ്രേക്ഷകർ എക്സ്പീരിയൻസ് ചെയ്യാത്ത ഒരു എക്സ്പീരിയൻസ് ആവട്ടെ. അപ്പം
ഇങ്ങനൊരു കോമ്പിനേഷൻ, ഇങ്ങനൊരു കഥ കേൾക്കുന്ന സമയത്ത് എങ്ങനെയാണ് ഫസ്റ്റ് മൈൻഡിൽ തോന്നി എന്തായിരിക്കും? നമ്മൾ ഇതുവരെ കേട്ടിട്ടുള്ളൊരു കഥയാണോ, അത് പ്രേക്ഷകർക്ക് എന്തായിരിക്കും ഇതിൽ നിന്ന് കിട്ടുക എന്നൊരു തോട്ട് ഉണ്ടാവുമല്ലോ, എന്തായിരുന്നത്? ബ്രോ, ഞാൻ പറഞ്ഞില്ലേ നേരത്തെ, എൻ്റെ ഒരു ബക്കറ്റ് ലിസ്റ്റിലുണ്ടായിരുന്ന ഡയറക്ടറാണ് രതീഷ് ചേട്ടൻ. അപ്പോൾ എന്തെങ്കിലും പുള്ളിയായിട്ട് കൊളാബ് ചെയ്യാൻ പറ്റുന്നുള്ളൊരു ആഗ്രഹത്തിൽ നിൽക്കുമ്പോഴാണ് ഇങ്ങനൊരു ഓഫർ വരുന്നത്. അപ്പോൾ ചാക്കോച്ചൻ വിളിച്ചിട്ടാണ് ഞാൻ പിന്നെ പോയി കഥ കേൾക്കുന്നതും. അപ്പോൾ നമുക്ക് പ്രൂവ്ഡ് ആയിട്ടുള്ള ഡയറക്ടേഴ്സിനെ നമുക്ക് ഈ പറഞ്ഞ കൂടുതൽ അതിലൊന്നും സ്ക്രിപ്റ്റ് വായിച്ചത് കൺവിൻസ് ആവേണ്ട ആവശ്യമൊന്നുമില്ല. ഞാൻ അങ്ങനത്തെ ഒരു ഓഫർ വന്നപ്പോൾ തന്നെ ഞാൻ ഓൾറെഡി ചെയ്യാം. പിന്നീട് സ്ക്രിപ്റ്റ് കേട്ടപ്പോൾ അതിലൊരു ലെയറും രതീഷ് ചേട്ടൻ ഒരു മീറ്റർ, ഒരു ക്യാരക്ടർ ആർക്ക്, ഞാൻ ഈ പറഞ്ഞ പോലെ ഇവരുടെ ഒരു ഫാമിലിയിലോട്ട് വന്ന് കയറിയിട്ടുള്ള ഒരു മൊമെന്റ്സും ആ പാട്ട് കാണുമ്പോൾ മനസ്സിലാവും. ഞങ്ങൾ ഓൾറെഡി 3 പേരും ഷർട്ടില്ലാതെ കെട്ടിപ്പിടിച്ചിട്ടുള്ള ഒരു മൊമെന്റ്സ് ഒക്കെ ഉണ്ട്. അത് കാണുമ്പോൾ കുറച്ചും കൂടി ആൾക്കാർ ഭയങ്കര അറ്റാച്ച്മെന്റ്, ഭയങ്കര ഒരു ഫ്രഷ്നെസ്, ഒരു പുതുമ വരുന്നുണ്ട്, ഒരു വെൽക്കമിങ് ഫീലൊക്കെ വരുന്നുണ്ട് പടത്തിൽ. അപ്പോൾ അത് ഗ്രാജുവലി പിന്നെ എന്താ സംഭവിക്കണം എന്നുള്ള പടത്തിലുണ്ട്. അപ്പോൾ അങ്ങനെയാണ് ഫീൽ ചെയ്തത്. ദിലീഷേട്ടൻ്റെ ഒപ്പം ഞാൻ ആദ്യമായിട്ടൊക്കെ വർക്ക് ചെയ്തതാണ്. ചാക്കോച്ചിൻ്റെ ഒപ്പം ചാവേറിന് ശേഷം വർക്ക് ചെയ്യുന്ന സിനിമയാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ആയിരുന്നു. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ബ്രോ. ഞാൻ പറഞ്ഞില്ലേ, ഡയറക്ടേഴ്സ് ആക്ടറാണ് ഞാൻ. അപ്പോൾ രതീഷേട്ടനും വർക്ക് ചെയ്യുമ്പോൾ ജാഫർക്ക് എൻ്റെ അടുത്ത് വന്നൊരു കാര്യമുണ്ട്. പൂജയുടെ സമയത്ത്, എടാ ഇതിൽ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല, സുഖമാണ്, ഡയറക്ടർ കാണിച്ചിട്ട് വേണ്ട അഭിനയിച്ചാൽ മതി. കാരണം ഇതിന് മുന്നേ ഒരു മറ്റേ കനകം കമ്പനി കലത്തിലൊക്കെ അഭിനയിച്ചാരുടെ കൊണ്ട് ആ എക്സ്പീരിയൻസിൽ പറഞ്ഞാണ്. അപ്പോൾ അങ്ങനെയാണ് രതീഷേട്ടൻ്റെ കൂടെ വർക്ക് ചെയ്തപ്പോൾ കിട്ടിയൊരു ഇത്. അല്ല, ചിദംബരം ആണെങ്കിലും ഞാൻ ജാനേമല്ല് ചിദംബരം ഡയറക്ട് ചെയ്ത പടത്തിൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. പക്ഷെ ഇതിൽ ഒരുമിച്ച് ആർട്ടിസ്റ്റായിട്ട് ചെയ്യാൻ പറ്റി. അതുകൊണ്ട് എല്ലാം കൊണ്ട് അടിപൊളിയായിരുന്നു. വയനാടൊക്കെ ആയിരുന്നു ഷൂട്ട്. അപ്പോൾ എല്ലാവരും ഒരു ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിയൊക്കെ പോലെ തന്നെ നമ്മൾ ഒരുമിച്ച് കുറച്ച് ഡേയ്സ് ഒരുമിച്ചുണ്ടായിരുന്നു. ചെയ്യാൻ പറ്റി. ഒരു ഡിഫറെൻറ്റ് ഗെറ്റപ്പിൽ ഒക്കെ ചെയ്യാൻ പറ്റി. ഒരു ക്യാരക്ടർ അങ്ങനെ തന്നെ ആയിരിക്കും. എല്ലാവർക്കും പടം കാണുമ്പോൾ മനസ്സിലാവും. താങ്ക് യു. ചാക്കോച്ച, അതുപോലെ ചാക്കോച്ചൻ്റെ ഓരോ പോസ്റ്റുകൾ കാണുമ്പോൾ നമുക്ക് ഏകദേശം ഈ പടത്തിന് ഡാൻസ് ഇറങ്ങിയതിന് ശേഷം ചാക്കോച്ചൻ ഓരോ മനുഷ്യരുടെ ഉള്ള ഡാൻസ് ആയാലും ശരി, ഓരോ സ്ഥലത്ത് പോകുമ്പോൾ ചെയ്യും. ആ ഒരു നമുക്കൊരു ഒരു ആക്ടറിൽ ഉണ്ടാകുന്ന ഒരു കോൺഫിഡൻസ് ഉണ്ടല്ലോ, ഒരു ക്യാരക്ടറിൽ ഉണ്ടാകുന്ന ഒരു ഇത് പ്രേക്ഷകരിലേക്ക് എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തായാലും ചാക്കോച്ചൻ ഓരോ പോസ്റ്റ് ചെയ്യുമ്പോൾ നമുക്കത് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പം ശരിക്കും പറയാം, മലയാളികൾക്ക് ഒരുപാട് എവർഗ്രീൻ ക്യാരക്ടേഴ്സ് തന്നൊരു ആളാണ് താങ്കൾ, ഒരു എവർഗ്രീൻ ആക്ടർ എന്ന് തന്നെ പറയാം. അപ്പം അപ്പോൾ ഇതേ കഥാപാത്രം എത്രത്തോളം പ്രേക്ഷകർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കഥാപാത്രമായിരിക്കും? ഇത് കോൺഫിഡൻസ് എന്നതിന് അപ്പുറം ഇതൊരു വിശ്വാസമാണ്. കാരണം നല്ല സിനിമകളെ മലയാള പ്രേക്ഷകർ ഏത് തരത്തിലുള്ള സിനിമകളാണെങ്കിലും സ്വീകരിക്കും, അല്ലെങ്കിൽ സ്വീകരിക്കുന്നുണ്ട് എന്നുള്ളതിൻ്റെ ഒരു വിശ്വാസമാണ് അതിന് ആസ്പദം. ഇപ്പം ഞാൻ എൻ്റെ ലൈഫിൽ ചെയ്യുന്ന ചില കാര്യങ്ങൾ, രസകരമായിട്ടുള്ള കാര്യങ്ങൾ ദുരൂഹ സാഹചര്യവുമായിട്ട് കോർത്തിണക്കി ഞാൻ പറയുമ്പോൾ പോലും, അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, നമ്മുടെ മലയാളികൾ എപ്പോഴും കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു വാക്കാണ് ദുരൂഹ സാഹചര്യം എന്നുള്ളത്. അപ്പോൾ അത് വളരെ രസകരമായിട്ട്, ഇച്ചിരി ക്വിക്കായിട്ട്, ഫണ്ണി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന, കണക്ട് ചെയ്യാൻ പറ്റുന്ന സാഹചര്യങ്ങൾ എൻ്റെ ലൈഫിൽ ഉണ്ടായതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തതും അത് ആൾക്കാർക്ക് പെട്ടെന്ന് കണക്റ്റ് ആയതും അതുകൊണ്ട് തന്നെയാണ്. അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഇപ്പം ലിസ്റ്റിൻ തന്നെ പറഞ്ഞു, ഈ ഒരു സമയം എന്ന് പറയുന്നത് പല വലിയ സിനിമകൾ, മറ്റു പല സിനിമകളും റിലീസ് ചെയ്യാൻ ഭയപ്പെടുന്ന സമയത്ത് പോലും വലിയ സിനിമകൾ മലയാളത്തിൽ റിലീസ് ചെയ്യുകയും അത് വിജയിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് നല്ല സിനിമകളായതുകൊണ്ടും അല്ലെങ്കിൽ ആൾക്കാരെ എൻ്റർടൈൻ ചെയ്യുന്ന സിനിമകളായതുകൊണ്ടുമാണ്. അപ്പോൾ ആ രീതിയിൽ നോക്കുമ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു വിഷുക്കാലം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഈ ഒരു അവധിക്കാലം എന്ന് പറയുന്നത് നല്ല സിനിമകളുമായിട്ട് വരുന്ന ആരെയും നിരാശപ്പെടുത്തില്ല മലയാള സിനിമ പ്രേക്ഷകർ എന്നുള്ള ഒരു വിശ്വാസത്തിൻ്റെയും കോൺഫിഡൻസിൻ്റെയും പുറത്താണ് ഒരു ദുരൂഹ സാഹചര്യം എന്നുള്ള സിനിമയുമായിട്ട് ഈ ടീം വരുന്നത്. ഇതിൽ എടുത്തു പറയേണ്ട 2-3 പേരുകൾ, ഒന്ന് ചിദംബരത്തിൻ്റെ കാര്യമാണ്, അങ്ങനെ എടുത്തു പറഞ്ഞില്ല. കാരണം ചിദംബരം എന്ന സംവിധായകൻ, മഞ്ഞുമൽ ബോയ്സിൻ്റെ സംവിധായകൻ ആദ്യമായിട്ട് ഒരു ഫുൾ ലെങ്ത് ക്യാരക്ടർ ചെയ്യുന്ന ഒരു സിനിമയും കൂടിയാണ് ഒരു ദുരൂഹ സാഹചര്യത്തിൽ. അപ്പം അദ്ദേഹത്തെ ഇതുവരെ നമ്മൾ അങ്ങനെ ഒരു രീതിയിൽ, ഒരു അപ്പിയറൻസിലും ഒരു ഭാവത്തിലും നമ്മൾ കണ്ടിട്ടില്ല. അതിൻ്റെ ഒരു ഫ്രഷ്നെസ് സിനിമയിലുണ്ടാവും. അതേപോലെ തന്നെ സുധീഷ്, എൻ്റെ ആദ്യ സിനിമ മുതൽ ഒരുപാട് നല്ല സിനിമകളുടെ ഭാഗമായിട്ട് സഞ്ചരിച്ചിട്ടുള്ള ഒരു അഭിനേതാവാണ്, ഒരു സുഹൃത്താണ്. ഈ അടുത്ത കാലങ്ങളിൽ അദ്ദേഹം വ്യത്യസ്തമായ പല സിനിമകളും പല ക്യാരക്ടേഴ്സും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ വാഴ 2 തന്നെ ഒരു മനോഹരമായ വേഷം ചെയ്തിട്ടുണ്ട്. സുധീഷിനെയും ഈ സിനിമയിൽ വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു രീതിയിൽ കാണാനായിട്ട് സാധിക്കും. അതേപോലെ ഇതിൻ്റെ ഗാനങ്ങളാണെങ്കിലും ഡോൺ വിൻസൻ്റാണ് മ്യൂസിക് ചെയ്തിരിക്കുന്നത്. വരികൾ ഇപ്പം ഞാൻ അലിഗിലി എന്ന ഗാനം രചിച്ചിരിക്കുന്നത് രതീഷ് തന്നെയാണ്. അപ്പോൾ ഒരു കെമിസ്ട്രി ടീച്ചർക്ക് വേണ്ടി എന്ന് പറഞ്ഞാണ് ആ പാട്ട് തുടങ്ങുന്നത് തന്നെ. ശരിക്കും ഒരു കെമിസ്ട്രി അധ്യാപകൻ എൻ്റെ റൈറ്റ് സൈഡിലും ഒരു കെമിസ്ട്രി അധ്യാപികയാണ് എൻ്റെ ഇടതുവശത്തും ഇരിക്കുന്നത്. അപ്പം അങ്ങനത്തെ കുറച്ച് രസകരമായിട്ടുള്ള കോമ്പോസും കാര്യങ്ങളും ഇതിലുണ്ട്. പിന്നെ പുള്ളിയുടെ ചില റെഫറൻസുകളൊക്കെ ഭയങ്കര രസമാണ്. ഇതിൽ മിനി എന്നാണ് ശരണ്യെ അവതരിപ്പിക്കുന്ന കഥാപാത്രത്തിൻ്റെ പേര്. എൻ്റെ പേര് സേതു എന്നാണ്. ഒരു ഹീറോ ഹോണ്ട സ്പ്ലെൻഡർ ഉണ്ട്. ശരിക്കും
ഈ സേതു എന്ന് പറയുന്ന സ്തുതിയും അല്ലെങ്കിൽ മിനി സ്പ്ലെൻഡർ എന്നൊക്കെ പറയുന്ന വളരെ രസകരമായിട്ടുള്ള അങ്ങനത്തെ ഒരു ചെറിയൊരു രണ്ടാം കാഴ്ചയിലേക്ക് മൂന്നാം കാഴ്ചയിലായിരിക്കും ചിലപ്പോൾ നമുക്കത് മനസ്സിലാവുന്നത്. ഇത് പറയാൻ കാരണം ഇത് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് എനിക്ക് മനസ്സിലായിട്ടില്ലായിരുന്നു. അതാണ് എൻ്റെ രസകരമായ കാര്യം. അപ്പോൾ ഇങ്ങനത്തെ ചില നമുക്ക് പെട്ടെന്ന് ആദ്യ കാഴ്ചയിൽ പെട്ടെന്ന് കിട്ടാത്ത ചില രസകരമായിട്ടുള്ള സംഭവങ്ങൾ, അല്ലെങ്കിൽ രസകരം മാത്രമല്ല വളരെ ഗൗരവമേറിയ വിഷയങ്ങൾ പോലും നമുക്ക് പിന്നീട് നമുക്ക് ഡീകോഡ് ചെയ്യാനായിട്ട് സാധിക്കുന്ന ഒരു സിനിമയും കൂടിയായിരിക്കും ഒരു ദുരൂഹ സാഹചര്യത്തിൽ. അപ്പം അങ്ങനെ നോക്കുമ്പോൾ ഇതുവരെ കാണാത്ത തരത്തിൽ കഥാപാത്രങ്ങളെ അല്ലെങ്കിൽ അഭിനേതാക്കളെ അവതരിപ്പിക്കാൻ സാധിക്കുകയും നമ്മളെ സാധാരണ ജീവിതത്തിൽ അല്ലെങ്കിൽ ദൈനംദിന ജീവിതത്തിൽ നടക്കുന്ന പല കാര്യങ്ങളും വേറൊരു ഡിഫറെൻറ്റ് പേഴ്സ്പെക്റ്റീവിൽ ആംഗിളിൽ അവതരിപ്പിക്കാൻ സാധിക്കുന്ന അല്ലെങ്കിൽ സാധിച്ചിട്ടുള്ള ഒരു സിനിമയാണെന്നുള്ള വിശ്വാസത്തിന് പുറത്താണ് ഒരു ദുരൂഹ സാഹചര്യവുമായിട്ട് വരുന്നത്. അപ്പോൾ അത് നല്ല സിനിമയുടെ ഗണത്തിൽ പെടും എന്നുള്ളൊരു വിശ്വാസത്തിന് പുറത്താണ് മാജിക് ഫ്രെയിംസും ഉദയ പിക്ചേഴ്സും അത് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് തീരുമാനിച്ചതും അത് തിയേറ്ററിലേക്ക് വിഷു കൈനീട്ടമായിട്ട് കൊണ്ടുവരുന്നതും. അതേപോലെ തന്നെ ചാക്കോച്ചൻ്റെ പടങ്ങൾ ഇറങ്ങിയതിന് ശേഷം തന്നെ തൊട്ട് പാട്രേറ്റ് വരുന്നു, തൊട്ട് മുമ്പിൽ പാട്രേറ്റും വരുന്നുണ്ട്. നേർക്ക് നേരെ ഒരു യുദ്ധം ഉണ്ടാവും? ഇല്ല, ഒരിക്കലും ഇല്ല. കാരണം അത് മെയ് 1 തീയതിയാണ് പേട്രിയറ്റ് ഇപ്പം ഒഫീഷ്യൽ റിലീസ് കൺഫേം ചെയ്തിരിക്കുന്നത്. അത് വലിയ പെരുന്നാൾ, ഇതൊരു കുഞ്ഞു പെരുന്നാൾ, അത്രേ ഉള്ളൂ. രണ്ട് പെരുന്നാളും ഗംഭീരമാവട്ടെ. തീർച്ചയായിട്ടും. താങ്ക് യു വെരി മച്ച്. അത് ശരിക്കും ഈ സജിൻ്റെ കാലിൻ്റെ ഇഷ്യൂ നമ്മൾ പറഞ്ഞായിരുന്നല്ലോ. അപ്പം ഹെയർലൈൻ ഫ്രാക്ചർ എന്ന് പറഞ്ഞു. ജാഫറിക്ക പറഞ്ഞു എന്തെങ്കിലും ഭയങ്കര വലിയ ഇഷ്യൂ ആയിരുന്നെങ്കിൽ നമ്മളപ്പം ഷെഡ്യൂൾ ക്യാൻസൽ ചെയ്യുക അല്ലെങ്കിൽ പടം നിർത്തി വെച്ച് വേറൊരു ആക്ടറെ നമ്മൾ നോക്കിയേനെ. ഇപ്പോൾ ലിസ്റ്റ് നോക്കിയപ്പം ഇത് വലിയ ചിലവില്ലാത്ത കാര്യമാണ്, പിന്നെ കഥാപാത്രത്തിന് യോജിച്ച രീതിയിലുള്ള കാര്യമാണ്. അപ്പം ചികിത്സിക്കാൻ പോയി കഴിഞ്ഞാൽ അത് വേണ്ട, മരുന്നൊന്നും വേണ്ട, അല്ലെങ്കിൽ എക്സ്റേ ഒന്നും എടുക്കണ്ട, ഇത് അങ്ങനെ തന്നെ പോട്ടെ, ക്യാരക്ടറിൻ്റെ പരിപാടിയാണെന്ന് പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ഇദ്ദേഹത്തിൻ്റെ ഒരു ഇൻബിൽറ്റ് അല്ലെങ്കിൽ ഇൻബോൺ ബിസിനസ് അക്യുമെൻ എത്രത്തോളം ഉണ്ടെന്നുള്ളൂ. പിന്നെ എനിക്ക് ആ ഏരിയയിലേക്ക് നോക്കേണ്ടി വന്നിട്ടില്ല. എല്ലാം ലിസ്റ്റിൻ്റെ ടീമും പ്രത്യേകിച്ച് അഖിലുമൊക്കെ അതിൽ ഭയങ്കരമായിട്ട്, കാരണം ലിസ്റ്റിൻ പൂജയ്ക്ക് ശേഷം പിന്നെ ലൊക്കേഷനിലേക്ക് വന്നിട്ടേ ഇല്ല. കാരണം എങ്ങാണ് ഈ കാലിൻ്റെ ചികിത്സയ്ക്ക് കൂടുതൽ എന്തെങ്കിലും സാലറി ചോദിക്കുമോ എന്നുള്ള ഭയത്തിൻ്റെ പുറത്ത് പുള്ളി വന്നിട്ടില്ല. അപ്പോൾ അതൊക്കെ എടുത്ത് കണ്ടുപഠിക്കേണ്ട കാര്യങ്ങളാണ്. പക്ഷേ ജോക്സ് അപ്പാർട്ട്, ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ ആദ്യമായിട്ട് ലിസ്റ്റിൻ ആണ് ശരിക്കും രതീഷ് പൊതുവാളിനെ ആദ്യം എൻ്റെ അടുത്ത് വിടുന്നത് ആൻഡ്രോയിഡ് കുഞ്ഞപ്പൻ എന്ന സിനിമയ്ക്ക് വേണ്ടിയിട്ട്. അന്ന് എനിക്ക് മനസ്സിലായില്ല പുള്ളി എന്താ പറഞ്ഞെന്നുള്ളത്. തിയേറ്ററിൽ സിനിമ വന്നതിന് ശേഷമാണ് എനിക്ക് മനസ്സിലായത് ഇതാണ് അദ്ദേഹം ഉദ്ദേശിച്ചതെന്നുള്ളത്. അപ്പം അതിനുശേഷം വീണ്ടും രതീഷുമായിട്ട് ഒരു സിനിമ ചെയ്യുമ്പോൾ തിരിച്ച് ആ ഒരു കാര്യം തിരിച്ചു കൊടുക്കുക എന്നുള്ളത് എൻ്റെ ഭാഗത്ത് നിന്ന് ഞാൻ ചെയ്യേണ്ട ഒരു ന്യായമായിട്ട് എനിക്ക് തോന്നി. അത് ഒരു നല്ല സിനിമയുടെ ഭാഗമാകുക എന്നുള്ളത് ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടും ഉള്ളൊരു ശ്രമവും ഞങ്ങളുടെ ഭാഗത്തുനിന്ന് തീർച്ചയായിട്ടും ഉണ്ട്. ഇപ്പം ബോഗൻവില്ല ആണെങ്കിലും ഓഫീസർ ഡ്യൂട്ടി എടുക്കുമ്പോഴും അതിനകത്തൊക്കെ ഒരു സൈക്കോ ക്യാരക്ടർ ഒളിഞ്ഞ് കിടക്കുന്നുണ്ട്, നമ്മൾ അറിഞ്ഞോ അറിയാതെ. അപ്പം ഇതിലും അങ്ങനെ ഒരു ദുരൂഹത ഞങ്ങൾ പ്രതീക്ഷിക്കണം. അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് ഇത്രയും ക്യാരക്ടേഴ്സ് തിരഞ്ഞെടുക്കണം? എനിക്ക് സൈക്കോ ചാക്കോ എന്ന പേര് വരുത്താൻ വേണ്ടിയിട്ടുള്ള ദുരൂഹമായിട്ടുള്ള ശ്രമമാണെന്ന് എനിക്ക് സംശയമുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നു എല്ലാവരിലും ഈ പറയുന്ന പോലെ ഒരു സൈക്കോ ഫാക്ടർ ഉണ്ട്, ഇല്ലേ? ഇല്ലാതില്ല. കാരണം അവസാനമായിട്ട് പറയാം, 24 മണിക്കൂർ നമ്മൾ ഒരു ദിവസം അതിൽ കുറേ നേരങ്ങളൊന്നും ഉറങ്ങുമല്ല. ഈ ഉറങ്ങാതെ ഇരിക്കുന്ന സമയങ്ങളുണ്ടല്ലോ, രാവിലെ എഴുന്നേറ്റു പിന്നെ വൈകുന്നേരം വരെയുള്ള ആ സമയത്ത് നമ്മളുടെ മെൻ്റലിന് ചെറിയ ഏതോ ഒരു കുറച്ച് സെക്കൻഡ് നേരം എന്തോ ഈ പറഞ്ഞ പോലെ വരാമെന്നാണ് പറയുന്നത്, വരും. ഒരു യഥാർത്ഥ നല്ലൊരു സുഹൃത്തുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. അത് സംസാരിച്ചുകൊണ്ടിരുന്നിട്ട് അയാളൊരു ഫോൺ വന്നങ്ങ് മാറി. ഞാൻ മാറിക്കഴിഞ്ഞിട്ട് ഇയാൾക്കൊരു ഫോൺ വന്നു. അതെന്ന് പറയുമ്പോൾ ഇവർ നല്ല സുഹൃത്ത് ഇങ്ങനെ ഒന്ന് വർത്താനം പറയുന്നത്, എന്തൊരുടാ അങ്ങനെയാടാ ഇങ്ങനെയാണൊക്കെ പറഞ്ഞു. കുറച്ച് കഴിഞ്ഞിട്ട് വന്നിട്ട് പെട്ടെന്ന് എന്തേലും ചോദിച്ചു, എടാ നീ അങ്ങോട്ട് പോകണ്ട, അവിടെ ഒരു അത് സത്യം പറഞ്ഞാൽ ഞാൻ വായിച്ചിട്ടുള്ളതാണ്. അതാണ് പറഞ്ഞത്, ഇതിനെക്കുറിച്ച് വായിച്ച, അതുകൊണ്ട് ഞാൻ പറഞ്ഞ ഈ ഇത്രയും സൈക്കോ അല്ല ഞാൻ. അത് എനിക്കിപ്പോ ഈ അവസരത്തിൽ പറയാൻ പക്ഷെ എനിക്ക് തോന്നിയിട്ടുള്ളത് ഓഫീസർ ഓൺ ഡ്യൂട്ടിയിലെ കഥാപാത്രം പ്രത്യേകിച്ച് അയാളുടെ ഒരു ഇമോഷണൽ ട്രോമ ഉണ്ട്. അപ്പോൾ അത് ആ ഒരു സീക്വൻസ് കണ്ടു കഴിഞ്ഞിട്ട് അതിനോട് റിലേറ്റ് ചെയ്ത ഒരുപാട് ആൾക്കാർ എന്നെ പേഴ്സണലി വിളിച്ച്
സംസാരിച്ചിട്ടുണ്ട്. അപ്പം ഇടയ്ക്ക് കണ്ട സമയത്ത് എനിക്കും തോന്നിയിരുന്നു ഇയാൾ എന്ത് സൈക്കോ ആണെന്ന് എന്തൊരു തോന്നലുണ്ട്. എല്ലാവരും നോട്ട് ചെയ്തു. അപ്പം അത് ഇതിപ്പം ഈ സൈക്കോ എന്നതിനപ്പുറം അത് മനസ്സിൻ്റെ ഓരോരോ അവസ്ഥകളാണ്. അപ്പം അത് നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളതാണ് ഏറ്റവും ആദ്യമായി ചെയ്യേണ്ട കാര്യം. ഇപ്പം അത് ഒരു ഡിസീസാണ്, ക്യാൻസർ പോലെ തന്നെ നമ്മൾ ട്രീറ്റ് ചെയ്യേണ്ട ഒരു രോഗം തന്നെയാണ്. അപ്പോൾ അത് മനസ്സിലാക്കുന്ന ഒരു സമൂഹം ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട്. അത് ചികിത്സിക്കുകയും അതിനുവേണ്ടി പണ്ടുണ്ടായിരുന്ന ഒരു ടാബും ഉണ്ട്. നമ്മൾ ചുമ്മാ ഒരു ഭ്രാന്തെന്ന് പറഞ്ഞ് അതിനെ, അല്ലെങ്കിൽ വട്ടെന്ന് പറഞ്ഞ് നമ്മൾ എന്താ പറയുക, വളരെ കോമൺ ആയിട്ടുള്ളൊരു വേർഡ് ഉപയോഗിക്കുന്നതിനപ്പുറം ഇതിന് പല ഗ്രേഡുകളുണ്ട്, വേരിയൻറ്റുകളുണ്ട്. എന്തൊക്കെ അവസ്ഥകളാണെന്ന് മനസ്സിലാക്കി ചികിത്സിക്കാനായിട്ട് ആൾക്കാർ മുന്നോട്ട് വരുന്നുണ്ട്. പണ്ട് മടി ഉണ്ടായിരുന്നത് ഇപ്പം അങ്ങനെയല്ല, ഓപ്പൺ അപ്പ് ചെയ്യുന്നുണ്ട് ആൾക്കാർ. അതൊരു നല്ലൊരു കാര്യമാണ്. അപ്പോൾ അത് ഓരോ കഥാപാത്രങ്ങൾക്കും അതനുസരിച്ചുള്ള ചേരുവകളും വ്യത്യസ്തതകളും ഉണ്ടാവാറുണ്ട്, മാനസിക തലങ്ങൾ ഉണ്ടാവാറുണ്ട്. അത് കുറച്ചുകൂടെ ഇൻറ്റൻസ് ആയിട്ട് അവതരിപ്പിക്കുന്നതുകൊണ്ടാണ് അങ്ങനെ തോന്നുന്നത്. ഇപ്പം ദുരൂഹ സാഹചര്യത്തിലേക്ക് വരുമ്പോൾ ഈ പറയുന്ന എല്ലാ ക്യാരക്ടേഴ്സിനും പല രീതികളിലായിരിക്കും ഒരേ സിറ്റുവേഷൻ തന്നെ അവർ റെസ്പോണ്ട് ചെയ്യുന്നത്. ഇപ്പം ഞാൻ രസകരമായിട്ട് കാണുന്ന ഒരു സിറ്റുവേഷൻ ചിലപ്പം രാജേന്ദ്ര പ്രസാദിനെ പേടിപ്പിക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിരിക്കും. അങ്ങനത്തെ സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പം അത് സിനിമ കാണുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ നമുക്ക് വ്യക്തതയുണ്ടാവും എങ്ങനെയാണെന്നുള്ളത്. അപ്പം അത് ഈ വ്യത്യസ്തമായ മാനസിക തലങ്ങൾ പോലും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നർമ്മവും ആക്ഷേപഹാസ്യവും ഒക്കെ ചേർത്ത് പറഞ്ഞു പോകുന്ന ഒരു സിനിമയാണ് ദുരൂഹ സാഹചര്യത്തിൽ. താങ്ക് യു. അതെ അതെ, നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ആക്ച്വലി ഞാൻ കുറച്ചധികം പ്രിപ്പയർ ചെയ്തിട്ടാണ് പോയത്. കാരണം ഞാൻ വിചാരിക്കാണ്ട് വളരെ പെട്ടെന്ന്, നേരത്തെ പറഞ്ഞ പോലെ വളരെ പെട്ടെന്നാണ് എനിക്ക് ഈ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയത്. സോ ഐ ഹാഡ് ടു ഡബിൾ ദ ലെവലപ്പിംഗ് തിങ്. അപ്പോൾ കുറച്ചധികം പ്രിപ്പയർ ചെയ്തിട്ടാണ് പോയത്. അപ്പോൾ അതിൻ്റെ നെർവസ്നെസ് ഒക്കെ ഉണ്ടായിരുന്നു. ഫസ്റ്റ് ഓഫ് ഓൾ, ആ ബൊഗൈൻവില്ല മൂവി ഇറങ്ങിക്കഴിഞ്ഞപ്പോഴാണ് ഇതിൻ്റെ ഷൂട്ട് സ്റ്റാർട്ട് ആവുന്നത്. അപ്പം ഞാൻ ആ ബൊഗൈൻവില്ല ലുക്കൊക്കെ പ്രതീക്ഷിച്ച് ഒക്കെയാണ് വിചാരിക്കുന്നത്. ഉള്ളിൽ ഫുൾ റൊമാൻറ്റിസൈസിങ് ആണ്. നേരിട്ട് വന്നപ്പോഴത്തേക്കും മറ്റേ കിറിയൊക്കെ കൂടി വേറെ ഏതൊരു ലുക്കിലാണ് വരുന്നത്. അപ്പോൾ ഫസ്റ്റ് ഞാൻ കാണും ഇതെന്ത് എനിക്ക് കിട്ടുമ്പോൾ മാത്രം ഇങ്ങനത്തെ രൂപം എന്നുള്ള രീതിയിലാണ്. പിന്നെ വർക്ക് ചെയ്യുമ്പം ഹീസ് വെരി കാം ആൻഡ് വെരി കമ്പോസ്ഡ്. ആൻഡ് ഞാനാണ് ഡയലോഗൊന്നും തെറ്റിക്കരുത്, എൻ്റെ പെർഫോമൻസ് ഷുഡ് നോട്ട് എഫക്ട് തിങ്സ് എന്നൊക്കെ ഉള്ള രീതിയിലാണ്. പക്ഷേ ഹിസ് പ്രസൻസ് ഭയങ്കര നന്നായിട്ട് എന്നെയും കൂടി കാമാക്കി കുറച്ചും കൂടി ബെറ്റർ പെർഫോമൻസ് തരാൻ പറ്റി. അതുകൊണ്ട് അതുമാത്രമല്ല, രതീഷാൻ്റെ കൂടെ വർക്ക് ചെയ്യുമ്പോഴത്, ഞാനിപ്പോൾ രതീഷാൻ്റെ കൂടെ ഇതെൻ്റെ രണ്ടാമത്തെ പ്രൊജക്റ്റാണ്. ആദ്യത്തെ മൂവി വർക്ക് ചെയ്യുമ്പം രതീഷേട്ടൻ പല ഡിഫറെൻറ്റ് പ്രോസസ്സിലാണ് നമ്മളെ കൊണ്ട് വർക്ക് ചെയ്യും, നമുക്ക് പോലും അറിയില്ല. അപ്പോൾ ഫസ്റ്റ് മൂവിയിൽ രതീഷേട്ടൻ എനിക്ക് കഥയൊന്നും പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നില്ല. സ്പോട്ടിലാണ് സീൻ ഡയലോഗ്സ് ഒക്കെ തന്നുകൊണ്ടിരുന്നത്. അപ്പോൾ അതൊരു വേറൊരു ലേണിംഗ് എക്സ്പീരിയൻസ് ആയിരുന്നു. ആൻഡ് ഈ മൂവിയിൽ എനിക്ക് സ്ക്രിപ്റ്റൊക്കെ ആദ്യമേ തന്നിട്ട് ഇതിൻ്റെ ടെക്സ്റ്റ് എല്ലാം ഫുൾ പേഴ്സണൈസ് ചെയ്തോളൂ, പിന്നെ എന്നിട്ട് ഒന്നും വേണ്ട, വേറെ പ്രിപ്പറേഷൻ ഒന്നും വേണ്ട, സാധാരണ രീതിയിൽ വന്നാൽ മതി എന്നുള്ള രീതിയിലൊക്കെ ആയിരുന്നു. അപ്പോൾ കുറേ കൂടി ടെൻഷനായിരുന്നു. പക്ഷേ രണ്ടാമത്തെ പ്രൊജക്റ്റിൽ വർക്ക് ചെയ്യുമ്പോഴാണ് ഫസ്റ്റ് ആ രതീഷേൻ്റെ കൂടെ വർക്ക് ചെയ്തതിൻ്റെ കുറേ ലേണിങ്സ്, ഔട്ട്കംസ് നമുക്ക് ഈ ഇതിനകത്ത് എവിഡൻ്റ് ആവുന്നത് സെക്കൻഡ് പ്രൊജക്റ്റിൽ. പിന്നെ അത് മാത്രമല്ല, ബാക്കി എല്ലാ കുറേ സജിൻ ഗോപു ആയിക്കോട്ടെ, ദിലീഷേട്ടൻ ആയിക്കോട്ടെ, ചിതു ആയിക്കോട്ടെ, ഒരുപാട് രാജേഷ് മാധവൻ്റെ കൂടെ ഞാൻ നേരത്തെ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം എല്ലാ നല്ല ആക്ടേഴ്സിൻ്റെ കൂടെ എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റി. അപ്പോൾ അതെല്ലാം കൂടി നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു, നല്ലൊരു ലേണിംഗ് പ്രോസസ് ആയിരുന്നു. ആൻഡ് ഐ എം ഫോർച്ചുനേറ്റ് ദാറ്റ് ഐ ഗോട്ട് ദിസ് ബിഗ് ഓപ്പർച്യൂണിറ്റി. താങ്ക് യു. അല്ല, ഇങ്ങനെയൊരു ടൈറ്റിൽ ഇട്ടപ്പോൾ ഞങ്ങൾ പ്ലാൻ ചെയ്തതാണ്. എന്താണെന്ന് വെച്ചാൽ എന്തെങ്കിലും ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യനോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പ്ലാനിങ് എങ്ങനെ മാർക്കറ്റ് ചെയ്യാമെന്ന് ഓർത്തപ്പം ഇന്ന് ഈ ചോദ്യം ചോദിപ്പിച്ച് ഇപ്പോഴാണ് ഞങ്ങളത് മാർക്കറ്റിങ്ങിൽ വിജയിച്ചു എന്നുള്ളത് മനസ്സിലാക്കുന്നത്. കാരണം ഇങ്ങനെ ഇട്ട് കഴിഞ്ഞപ്പോൾ ഓക്കെ, ഈ പടത്തിന് എന്തെങ്കിലും, കാരണം ഇതിൻ്റെ ഒത്തിരി കാര്യങ്ങൾ റിവീൽ ചെയ്യാൻ പറ്റത്തില്ല. അപ്പം ഇങ്ങനെ എന്തെങ്കിലും ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ മറ്റുള്ളവർ ശ്രദ്ധിക്കും എന്നുള്ളത് തോന്നി. ഇന്നിപ്പം നമുക്കത് മനസ്സിലായി, അത് മറ്റുള്ളവർ ശ്രദ്ധിക്കുന്നുണ്ടെന്നുള്ളത്. അതൊരു മാർക്കറ്റിങ്ങിൻ്റെ തന്ത്രമായിട്ട് ഞങ്ങളത് ചെയ്തതേ ഉള്ളൂ. ഒരു കംപ്ലീറ്റ് ആക്ടർ എന്നൊക്കെ പറയുന്ന പോലെ ഒരു കംപ്ലീറ്റ് വിജയം ആകുന്നത് അവിടം വരെ എത്തുമ്പോഴാണ്.
അപ്പം അവർക്ക് മനസ്സിലായി ഇതൊരു കംപ്ലീറ്റ് മാർക്കറ്റിങ്ങിൻ്റെ അതാ പറഞ്ഞേ, കംപ്ലീറ്റ് മാർക്കറ്റിങ്ങിൻ്റെ ഒരു കാര്യമായിരുന്നു. പിന്നെ നമ്മളത് പിന്നെ ഇപ്പോൾ ഉള്ള എല്ലാ പോസ്റ്ററുകളിലും നോക്കി ഞങ്ങളത് വിജയിച്ചു കഴിഞ്ഞപ്പോൾ പിന്നെ ഇനി വേറെ ഒരു മാർക്കറ്റിംഗ് പ്ലാൻ വേണമെന്ന് മനസ്സിലാക്കി. ഇല്ലില്ല. അപ്പം ഇപ്പം നമ്മളിപ്പം ഹൈദരാലിയായിട്ട് സംസാരിക്കാമെന്ന് വെച്ചു, എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാവും ചിലപ്പോൾ. പറഞ്ഞാൽ മനസ്സിലായി. അതിപ്പോൾ എല്ലാ മനുഷ്യരായിട്ടും അങ്ങനെ ഉണ്ടാവുമല്ലോ. അല്ല, അതാ ഞാൻ പറഞ്ഞേ, അത് ഇങ്ങനെയൊക്കെ ചെയ്തു കഴിയുമ്പോൾ നിങ്ങൾക്ക് ഈ ചോദ്യം ഉണ്ടാവത്തില്ലല്ലോ. ഇപ്പൊ ചോദ്യം ഉണ്ടായല്ലോ. അപ്പൊ അത് ഞങ്ങൾ മാർക്കറ്റിങ്ങിന്റെ കാര്യം കൊണ്ടിട്ട് തന്നെയായിരുന്നു. പിന്നെ ഇപ്പോൾ ഏത് സിനിമയിലാണെങ്കിലും ലൈഫിലാണെങ്കിലും ഏത് ബിസിനസ്സിലാണെങ്കിലും ഒക്കെ എന്തെങ്കിലുമൊക്കെ സംഭവങ്ങൾ നോർമലി ഉണ്ടാവുന്നതാണല്ലോ. അപ്പോൾ അതൊക്കെ ഇപ്പം പല സിനിമകളിലും ഉണ്ടാവാറുണ്ട് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളായിട്ട്. അപ്പോൾ അതൊക്കെ ഒരു നോർമലായിട്ടുള്ള ഒരു കാര്യമാണ്. ഇപ്പോൾ അതൊരു ഇഷ്യൂ ആയിട്ടുള്ള ഇപ്പം നമ്മളൊരു ഫാമിലിയിൽ ഒരു ഇഷ്യൂ ഉണ്ടായി കഴിയുമ്പം ചിലപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഡിസ്കഷൻ വെച്ചൊന്നും ഇരിക്കുമല്ലോ. അപ്പോൾ ഇതുപോലെയുള്ളൊരു കാര്യമുള്ളത് ഒരു വലിയൊരു ഇഷ്യൂ ആയിട്ടുള്ള കാര്യങ്ങളോ അങ്ങനത്തെ ഒന്നുമില്ല. ഒരു ദുരൂഹ സാഹചര്യം അതിൻ്റെ അകത്തില്ല. അല്ല, ഈ ഇത് നേരത്തെ പറഞ്ഞ പോലെ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ വരെ ഇത് എത്തിയെന്ന് പറയുമ്പോൾ ഈ സിനിമ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ അത് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് സത്യം. അതിന് മുമ്പുള്ള അദ്ദേഹം ചെയ്ത സിനിമയുടെ കുറച്ച് വിഷയങ്ങളുണ്ടായിരുന്നു. അത് തന്നെ ക്ലിയർ ചെയ്തിട്ടുള്ള ഒരു ചർച്ച നടന്നിട്ട് ആണ് ഈ സിനിമയുടെ കാര്യങ്ങളിലോട്ടൊക്കെ പോകുന്നത്. പിന്നെ ഈ പറഞ്ഞ പോലെ സിനിമയുടെ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ കുറച്ച് ദുരൂഹതകളൊക്കെ ഈ സിനിമയിലുണ്ട്. അത് വളരെ വസ്തുതമായിട്ടുള്ള കാര്യമാണ്. ക്രിയേറ്റീവായിട്ട് ഡിഫറൻസുകൾ ഉണ്ടായിട്ടുണ്ടാവാം, പക്ഷെ അതൊക്കെ സിനിമയുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അതൊക്കെ ഒരു മേശയുടെ അപ്പുറത്ത് ഇരുന്ന് സംസാരിച്ച് ക്ലിയർ ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. അത് അറ്റ് ദ എൻഡ് ഒരു നല്ലൊരു സിനിമ, ഒരു എൻ്റർടൈനർ എന്നുള്ള രീതിയിൽ ഇത് തിയേറ്ററിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് എല്ലാ ആൾക്കാരും, അത് ഡയറക്ടർ മുതൽ പ്രൊഡക്ഷനിലുള്ള ഏറ്റവും ജൂനിയർ ആയിട്ടുള്ള അല്ലെങ്കിൽ എക്സ്പീരിയൻസ് കുറഞ്ഞിട്ടുള്ള ആൾക്കാർ വരെ ഇതിൻ്റെ കൂടെ ഉണ്ട് എന്നുള്ളതാണ് ഒരു ദുരൂഹതയും ഇല്ലാത്തൊരു കാര്യം എന്ന് പറയുന്നത്. ഇപ്പോൾ വേറൊരു എക്സാമ്പിൾ ചുമ്മാ പറയുകയാണെങ്കിൽ, നമ്മൾ ഞാൻ ആലക്കലി എന്നുള്ള സോങ് ആദ്യം റിലീസ് ചെയ്തപ്പോൾ ശരിക്കും അതിൽ മ്യൂസിക് ഡയറക്ടറിൻ്റെ പേരൊന്നും എഴുതിയിട്ടില്ല. അതെന്താ പറയുന്നത്? ഇല്ല, ഞാൻ പറഞ്ഞത് അങ്ങനത്തെ ഒരു സ്ട്രാറ്റജി നമ്മുടെ ഭാഗത്തുണ്ടായിരുന്നു എന്നുള്ളതാണ് സത്യം. പിന്നെ ഈ പറഞ്ഞ പോലെ ഒരു സിനിമ എന്ന് പറയുന്നത് ഒരു ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരുപാട് പേരുടെ ഇൻപുട്ടുകൾ ചേർന്നിട്ടുള്ള ഒരു ക്രിയേറ്റീവ് സൈഡാണ്. അപ്പോൾ അത് എല്ലാവർക്കും അംഗീകരിക്കാവുന്ന രീതിയിലുള്ള ഒരു ഔട്ട്പുട്ട് എന്നുള്ള രീതിയിൽ കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ ഉണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവാറുണ്ട്. പക്ഷേ അതിനപ്പുറത്തേക്ക് സിനിമ നന്നാവണം എന്നുള്ള ഒരു തീരുമാനത്തിൽ തന്നെയാണ് എല്ലാവരും ഉള്ളത്. അത് എല്ലാവരും എന്ന് പറയുമ്പോൾ രതീഷ് ബാലകൃഷ്ണ പൊതുവാൾ മുതൽ ഇതിൻ്റെ പ്രൊഡ്യൂസേഴ്സ് മുതൽ ഇതിൽ ആക്ട് ചെയ്ത ആൾക്കാർ മുതൽ ഇതിൻ്റെ ടെക്നിക്കൽ സൈഡിലുള്ള ആൾക്കാർ മുതൽ പ്രൊഡക്ഷൻ സൈഡിലുള്ള എല്ലാവരും ഉൾപ്പെടെ. സോ അതിൽ യാതൊരു ദുരൂഹതയുമില്ല. അതുകൊണ്ട് തന്നെയാണ് സന്തോഷത്തോടു കൂടി ഈ ഒരു വിഷുക്കാലത്ത് ദുരൂഹ സാഹചര്യം ഇങ്ങനത്തെ ഒരു രീതിയിൽ, കാരണം ഇതുവരെ നമ്മൾ വിട്ടിട്ടുള്ള എല്ലാ കോണ്ടന്റുകളും ഇരുകൈ നീട്ടി പ്രേക്ഷകർ സ്വീകരിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. ഏതൊക്കെ രീതിയിലാണ് അത് സ്വീകരിക്കേണ്ടത് എന്നുള്ള ഒരു മൈൻഡ് സെറ്റിൽ. അപ്പോൾ ആ ഒരു മൈൻഡ് സെറ്റിലൂടെ സിനിമ വന്ന് കണ്ടു കഴിഞ്ഞാൽ അവർ എൻ്റർടൈൻഡ് ആകും എന്നുള്ളൊരു വിശ്വാസമുണ്ട്. ഡയറക്ടറും ഇല്ല, എഡിറ്ററും ഇല്ല, മ്യൂസിക് ഡയറക്ടറും ഇല്ല, DOP ഇല്ല, ശരിക്കും ചിദംബരവും ഇല്ല, ദിലീഷ് പോത്തനും ഇല്ല, അങ്ങനെ കുറേ പേരില്ല. ഇത് നമ്മൾ ഇതിൻ്റെ ഒരു റിലീസ് ഡേറ്റ് എന്ന് പറയുന്നത് ആദ്യം ഏപ്രിൽ 2 എന്നുള്ള രീതിയിൽ തീരുമാനിച്ചിരുന്നതാണ്. പെട്ടെന്ന് അത് മാറി, ഏപ്രിൽ 10 അത് മാറി ഏപ്രിൽ 15 അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ടെക്നിക്കൽ കാര്യങ്ങളും സൈഡിൽ നടക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അത് ഇപ്പം ഇപ്പോഴത്തെ ഈ ടീസറിൻ്റെ ഔട്ട് പോലും നമ്മൾ അടുത്ത ലാസ്റ്റ് മിനിറ്റാണ് നമുക്ക് ഔട്ട് ചെയ്യാനായിട്ട് സാധിച്ചത്. അപ്പോൾ അതിൻ്റെ ടെക്നിക്കൽ കാര്യങ്ങളൊക്കെ സൈഡിൽ നടക്കുന്നുണ്ട്. ടെക്നീഷ്യൻസ്, സോ അവർ ലൈം ലൈറ്റിലേക്ക് വരാനായിട്ട് ചിലപ്പോൾ അവർക്ക് മടിയുണ്ടാവാം അല്ലെങ്കിൽ താല്പര്യമില്ല. അവരുടെ ജോലി അല്ലെങ്കിൽ അവരുടെ ഔട്ട്പുട്ട് റിസൾട്ടാണ് അവരുടെ ജോലിയാണ് അവരെ ലൈം ലൈറ്റിലേക്ക് കൊണ്ടുവരുന്നത്.
ഇതിൽ രതീഷിൻ്റെ കൂടെ മൂന്നാമത്തെ സിനിമയാണ് എൻ്റെ. ആദ്യത്തെ സിനിമ എന്നാത്താൻ കേസുകൾ. രണ്ടാമത്തെ സിനിമ ഞാൻ നായകനല്ല, പക്ഷേ അതിൽ ഞാൻ പോയി അഭിനയിച്ചു. അത് ഞാൻ ₹1 പോലും മേടിക്കാതെയാണ് ഞാൻ ആ സിനിമയിൽ അഭിനയിച്ചിട്ടുള്ളത്. അത് അദ്ദേഹമായിട്ടൊരു ബന്ധത്തിൻ്റെ പുറത്താണ്. അങ്ങനെ ചെയ്തൊരു വ്യക്തിയാണ്. അതിനുശേഷം അദ്ദേഹം ഇതിനു മുമ്പ് ചെയ്ത സിനിമ വൻ പരാജയമായപ്പോൾ പോലും ഈ ഒരു പ്രോജക്റ്റുമായിട്ട് മുന്നോട്ട് വന്നപ്പോൾ ഞാനത് ഏറ്റെടുക്കാനായിട്ട് മുന്നോട്ട് വന്നിട്ടുണ്ടെങ്കിൽ അത് ആ ബന്ധത്തിൻ്റെ പുറത്തുണ്ടായിട്ടുള്ള കാര്യമാണ്. അല്ലെങ്കിൽ ആസ് എ ക്രിയേറ്ററിൽ പുള്ളിയിലുള്ള ഒരു വിശ്വാസത്തിന് പുറത്ത് ഉണ്ടായിട്ടുള്ള കാര്യമാണ്. അത് തന്നെയാണ് ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നത്. അപ്പം അതിൽ പുള്ളി ലൈം ലൈറ്റിലുണ്ടോ കൂടെ ഉണ്ടോ എന്നതിനപ്പുറം ഈ സിനിമ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. അതിനുവേണ്ടി അദ്ദേഹമാണെങ്കിലും ഞാനാണെങ്കിലും ലിസ്റ്റിനാണെങ്കിലും എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് കൂടെ ഇരിക്കുന്നവരാണെങ്കിൽ എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് കൂടെ നിന്നിട്ടുള്ളൂ എന്നുള്ളതാണ് സത്യം. സോ അത് സിനിമ സംസാരിക്കട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇപ്പം അത് ആ ഒരു ക്വസ്റ്റ്യൻ മീൻസ് ആ ഒരു ആൻസറായിട്ട് റിലേറ്റ് ചെയ്തൊരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. അതിപ്പോൾ എന്നത്താൻ കേസ് കൂടുതൽ ക്യാരക്ടർ നോക്കിക്കഴിഞ്ഞാൽ ചാക്കോച്ചൻ്റെ കരിയറിലെ തന്നെ വൺ ഓഫ് ദ ബെസ്റ്റ് ക്യാരക്ടറാണ്. ഇപ്പം നമുക്ക് അടക്കം മെൻഷൻ ചെയ്തിട്ടുണ്ട് ആ ഒരു ക്യാരക്ടറിനെ പറ്റി. അപ്പോൾ അതേ ഒരു ഡയറക്ടർ ലീഡ് റോളും കൊണ്ട് വേറൊരു കഥയായിട്ട് വരുമ്പം ആർക്കാണെങ്കിലും കുറച്ചുകൂടെ എന്തൂസിയാസം അല്ലെങ്കിൽ കുറച്ചുകൂടെ സ്പെഷ്യൽ ആയിരിക്കും. ലൈക്ക് നമ്മളെ കൊണ്ട് അത് ചെയ്യിപ്പിക്കുക അല്ലെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ചെയ്യാൻ കഴിയും എന്നുള്ളൊരു വിശ്വാസം തോന്നുന്നില്ല. അപ്പോൾ ഈ ഒരു സിനിമയിൽ വരുമ്പോൾ ആ ഒരു കഥാപാത്രമായിട്ട് മാറുമ്പോൾ എത്രത്തോളം പ്രതീക്ഷ ഉണ്ടായിരുന്നു, ചെയ്ത് കഴിഞ്ഞപ്പോഴും എങ്ങനെയുണ്ട് കണ്ടിട്ട്? ഞാൻ വളരെ എക്സൈറ്റഡ് ആയിരുന്നു. കാരണം സേതു എന്ന കഥാപാത്രം എന്നിലേക്ക് വരുമ്പോൾ അത് എൻ്റെ അടുത്ത് പറയുമ്പോൾ ഞാൻ കണ്ടതിൽ നിന്നും എത്രയോ വ്യത്യസ്തമായ അല്ലെങ്കിൽ മറ്റൊരു രീതിയിലാണ് രതീഷ് അതിനെ കൺസീവ് ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ അത് എന്നെ കൊണ്ട് ചെയ്യിച്ചിരിക്കുന്നത്. രൂപത്തിലാണെങ്കിലും ഭാവത്തിലാണെങ്കിലും ഒരു ബോഡി ലാംഗ്വേജിലാണെങ്കിലും എല്ലാം ആ ഒരു വ്യത്യസ്തത കൊണ്ടുവരാനായിട്ട് രതീഷിന് കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഒരു 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 ആക്ടറെ അത് എന്നത്താൻ കേസുകളിൽ വളരെ വ്യക്തമായിട്ട് നമുക്കറിയാം. ഞാനും 1-2 പേരും അല്ലാതെ ബാക്കിയെല്ലാം പുതിയ ആൾക്കാരായിരുന്നു. ക്യാമറയുടെ മുമ്പിൽ നിന്ന് പരിചയമില്ലാത്ത ആൾക്കാരായിരുന്നു കൂടുതലും. അവരെല്ലാവരെയും വളരെ നാച്ചുറലായിട്ട് ഒരു കഥാപാത്രമായി മാറുന്ന രീതിയിൽ അവതരിപ്പിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ടെങ്കിൽ അത് രതീഷ് പൊതുവാൾ എന്ന ഒരു ക്രിയേറ്ററിൻ്റെ മിടുക്ക് തന്നെയാണ്. അപ്പോൾ അത് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരെ കൈ കിട്ടുമ്പോൾ അതിൻ്റെ ഒരു വെയിറ്റേജ് കൂടും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത് ദിലീഷിൻ്റെ ഒരു അപ്പിയറൻസിൻ്റെ കാര്യത്തിൽ നോക്കുകയാണെങ്കിലും സജിൻ്റെ കാര്യത്തിലാണെങ്കിലും ജാഫറിൻ്റെ ആണെങ്കിലും ശരണ്യയുടെ ആണെങ്കിലും സുധീഷിൻ്റെ ആണെങ്കിലും എൻ്റെ ആണെങ്കിലും എല്ലാം ആ രീതിയിലെ കഥാപാത്രങ്ങളുടെ വേറൊരു ടോൺ അല്ലെങ്കിൽ ഇതുവരെ കാണാത്ത രീതിയിലുള്ളൊരു ഒരു ഒരു മാജിക് നമുക്കതിൽ കാണാനായിട്ട് സാധിക്കും. ഞാൻ ആസ്ക് യു ഫണ്ണി ക്വസ്റ്റ്യൻ, അത്ര ഫണ്ണല്ലെങ്കിലും ഇപ്പം സാധാരണക്കാരനായിട്ടുള്ളൊരു കഥാപാത്രമാണ് ഈ ഒരു സിനിമയിൽ ടീസർ കണ്ടപ്പോൾ ഫസ്റ്റ് കണ്ടപ്പോൾ നമ്മൾ പ്രതീക്ഷിച്ചത്. പക്ഷേ എൻഡിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ വെട്ടിയും പുകയും അങ്ങനത്തെ ഒരു പരിപാടിയിലേക്ക് മാറുന്നു. അപ്പോൾ എത്രത്തോളം വെടിവെപ്പ് കാര്യങ്ങളൊക്കെ ഇതിനകത്ത് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ എത്രത്തോളം സാറ്റിസ്ഫൈഡ് ആണ് ആ ഒരു കാര്യത്തിൽ? സിനിമയ്ക്ക് ആവശ്യമായിട്ടുള്ള ആക്ഷൻ സീക്വൻസുകൾ മാത്രമേ ഉള്ളൂ. ഇതുവരെ നമ്മൾ രതീഷ് പൊതുവാൾ സിനിമകൾ കണ്ടിട്ടില്ലാത്ത ഒരു എക്സ്ട്രാ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഈ ആക്ഷൻ സീക്വൻസുകളാണ്. മറ്റത് സോഷ്യൽ സറ്റയർ ആണെങ്കിലും ഇമോഷണൽ സൈഡ് ആണെങ്കിലും തമാശകളാണെങ്കിലും സമൂഹത്തിലുള്ള പല ഇഷ്യൂസ് ആണെങ്കിലും അതെല്ലാം ആൻസർ ചെയ്ത് കേറ്റർ ചെയ്ത് പോകുന്നുണ്ട്. അതിനപ്പുറത്തേക്ക് ഒരു ആക്ഷൻ്റെ ഒരു സീക്വൻസോടുകൂടി ഈ കഥയ്ക്ക് അനുയോജ്യമായ രീതിയിൽ പ്ലേസ് ചെയ്തിട്ടുണ്ട്. അല്ലാതെ ഭയങ്കര ഒരു സൂപ്പർ ഹീറോ മാച്ചോ പരിപാടി അങ്ങനെയൊന്നുമില്ല. സജിൻ ചേട്ടാ, ഇപ്പം ഇന്ന് നോക്കിക്കഴിഞ്ഞാൽ ആവേശം ഇറങ്ങിയിട്ട് 2 വർഷമായി. ഇപ്പം ആവേശത്തിലെ കാര്യം പറയുകയാണെങ്കിൽ ചില സ്ഥലങ്ങളിലൊക്കെ ഫാഫേനേക്കാളിലും ചേട്ടൻ സ്കോർ ചെയ്തിട്ടുള്ളതായിട്ട് ഓഡിയൻസ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് വരുമ്പോൾ ഇപ്പോൾ ആക്ഷൻ സീക്വൻസ് ഇതിന് മുൻപ് ചെയ്ത് എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണ്. അപ്പം ഇതിൽ ഏതെങ്കിലും സമയത്ത് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സീനിൽ ചാക്കോച്ചനെ സ്കോർ ചെയ്യാൻ സാധിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ ആക്ഷനൊക്കെ ചെയ്യുമ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു? ഇതിൽ എനിക്ക് വലിയ രീതിയിൽ ആക്ഷൻ സീക്വൻസുകളില്ലെന്ന് വിചാരിക്കുന്നു. ചാക്കോച്ചനെ ഞാൻ സ്കോർ ചെയ്ത് വിചാരിക്കുന്നത് ചാക്കോച്ചനെ ഞാൻ ഡാൻസ് പഠിപ്പിക്കുന്ന സീനുണ്ട്. അതിൽ ചാക്കോച്ചന് ഡാൻസ് അറിയാൻ പാടാത്തൊരു ക്യാരക്ടർ ആയതുകൊണ്ട് ഞാൻ അതിൽ സ്കോർ ചെയ്തു. അങ്ങനെ ഞാൻ പഠിപ്പിക്കുന്നു ചാക്കോച്ചനെ. ഞാനൊരു 3 ദിവസം 2 ദിവസമൊക്കെ എടുത്തിട്ട് ഞാൻ ഡാൻസ് പഠിക്കുന്നു. ആ സമയത്ത് സ്പോട്ടിൽ വന്ന് ചാക്കോച്ചനത് കാണുന്നു, ചാക്കോച്ചനപ്പം തന്നെ ചെയ്യുന്നു. അപ്പോൾ അതുകൊണ്ട് അവിടെ മാത്രമേ സ്കോർ ചെയ്ത പോലെ തോന്നി. എല്ലാ വിധത്തിലും ഓക്കെ ആയിരുന്നു ബ്രോ. ഇതാണ് ഞാൻ പറഞ്ഞത്, ഒരു ഫണ്ണിയായിട്ട് എടുക്കണം. അപ്പം അങ്ങനെ ജാഫർ ഇടുക്കിയിലുള്ള ഒരാൾ ആണ് ഇദ്ദേഹം. ഈ കാസറ്റ് റെക്കോർഡിംഗ് ഒക്കെ ഇല്ലേ, പഴയ ഡെക്കിൽ നിന്ന് ഡെക്കിലേക്ക് പകർത്തുന്ന ഒരു പരിപാടിയൊക്കെ ഇല്ലായിരുന്നു കൊണ്ട്. ഇതിനകത്ത് കുറേ പിള്ളേർക്കൊക്കെ അത് അറിയാൻ പാടില്ലായിരിക്കും, നമുക്കൊക്കെ അറിയാൻ പാടില്ല. നമ്മുടെ കാലഘട്ടത്തിലുണ്ട്. അവിടെ എല്ലാം കെട്ടുകളൊക്കെ ആയിട്ട് പോയി നേരെ വയനാട്ടിൽ ചെന്ന് ഇദ്ദേഹത്തിൻ്റെ വീടിൻ്റെ തട്ടുമ്പുറത്ത് ഇതെല്ലാം പഴയ സാധനം കൊണ്ടിട്ട് വെച്ച് പുള്ളിയെ സഹായിക്കാനും ഒക്കെ ആയിട്ട് നിൽക്കുന്ന ഒരാളായിട്ടാണ് ഇതിനകത്ത്. ഇടുക്കിക്കാരനാണ്. നമ്പാൻ
ആലുവക്കാരനായിട്ടാണ് പടത്തിൽ അഭിനയിക്കുന്നത്. പിന്നെ ശരണ്യ ഹരിയാനക്കാരി ആരാ? ഏതെങ്കിലും പേര് പറയാൻ അല്ലെങ്കിൽ ചോദ്യം വരും. തോൽപ്പട്ടി. ഞാനാദ്യം തീപ്പട്ടി എന്ന് കേട്ടു, പക്ഷെ തോൽപ്പട്ടി. എന്താണേലും പല സ്ഥലങ്ങളിൽ നിന്നും വന്ന് ജീവിക്കുന്നത്. ഇപ്പം സാറിന് ജ്യേഷ്ഠനായിട്ടാണ് നമ്മൾ ദിലീഷ് പോത്തൻ സാറ് അഭിനയിക്കുന്നത്. ഇത് ഒത്തിരി ചോദിക്കാനില്ല ഇതിലല്ലേ. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇത് എൻ്റെ അനുഭവത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലെങ്തി സംഭവം ചെയ്തു എന്ന് പറഞ്ഞില്ലേ. അപ്പം ഞാൻ ചില പടങ്ങളിൽ ചെന്നിട്ട് 4-5 ദിവസം അല്ലെങ്കിൽ 2-3 ദിവസമൊക്കെ ഇങ്ങനെ പോയി വരുമ്പോഴത്തേക്ക് എനിക്ക് മൊത്തം അറിയത്തില്ല. അതിലെനിക്ക് മിക്കവാറും ആൾക്കാർക്കറിയാം ഞാൻ കഥ ഒന്നും ഞാൻ വിളിച്ച് പറയുമ്പോൾ അങ്ങനെ കേൾക്കാറില്ല. അതിന് വള്ളയിനൊക്കെ പറഞ്ഞാൽ മതി, എനിക്ക് അങ്ങനെ കൊണ്ടു നടക്കാനൊന്നും പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഇതിങ്ങനെ ചെന്നു എന്നോടിങ്ങനെ ചെയ്യാൻ പറഞ്ഞു. അദ്ദേഹം എന്നെ തേച്ച് പിനിക്കെടുത്തു എന്നേ പറയുന്നത്. രതീഷ് എന്ന് പറയുന്ന ഒരു മഹാനായ ഡയറക്ടർ എന്നേ പറയുള്ളൂ. ഇപ്പം കുറച്ച് പമ്പാൻ പറഞ്ഞില്ലേ, ഞങ്ങൾ ഈ ചെയ്യുന്ന എല്ലാ ക്യാരക്ടറും അദ്ദേഹം ഒറ്റയ്ക്ക് ചെയ്തിരിക്കും. ഈ സിനിമയിലല്ല ഏത് സിനിമയിലാണെങ്കിലും അദ്ദേഹം ചെയ്യുന്ന, എനിക്ക് 2-3 ഡയറക്ടർമാരങ്ങനെ, ഒന്ന് ലിജോ സാറ്, പിന്നെ ഈ രതീഷ് സാറ്, ഇവരൊക്കെ എന്ന് പറയും ഇവരോട് അവർ ചെയ്യണേ ചെയ്താൽ മതി, വലിയ പണിയില്ല എന്നാൽ ഞാൻ വിശ്വസിക്കുന്നത്. ഒന്ന് നോക്കി എന്നാൽ മതി. അതിലും മെച്ചമായിട്ട് നമ്മൾ ചെയ്യണമെങ്കിലും മെച്ചമായിട്ട് അങ്ങനെ കാണിച്ചു തരും. പിന്നെ നമ്മൾ എല്ലാം പറഞ്ഞു തരും. ഒരു പടം എങ്ങനെ വിജയിപ്പിക്കണം, എങ്ങനെ പോകണം, അദ്ദേഹം എടുത്ത് ചെയ്ത് നമ്മൾ കിട്ടുന്നവരെ അദ്ദേഹം എടുക്കും. അദ്ദേഹത്തിൻ്റെ പടത്തിന് ചിലപ്പോൾ 50 ദിവസം ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പം ഒരു 60 ദിവസമൊക്കെ ആകുമായിരിക്കും, എനിക്കറിയില്ല. അത് എടുത്തിട്ടേ വിടുകയുള്ളൂ. അത്ര ഗ്യാരണ്ടി ഉണ്ട് പടത്തിന്. നല്ല ഞാൻ പറഞ്ഞില്ലേ, ഇറങ്ങി കഴിയുമ്പോഴത്തേക്കും എൻ്റെ മനസ്സിൽ തോന്നുന്ന ഒരു വിജയപ്പടമാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അപേക്ഷിക്കാനോ അഭ്യർത്ഥിക്കാനോ പറ്റുള്ളൂ ജനങ്ങളോടെ. ഇപ്പം എല്ലാവരോടും ഞാൻ സിനിമ കാണാൻ പറയാൻ പറ്റുമോ? ഇന്ന് തീ പിടിച്ച വിലയല്ലേ ടിക്കറ്റിനും അതിനുമൊക്കെ. അപ്പം അല്ല, അത് അദ്ദേഹം ഉണ്ടാക്കി വെച്ചേക്കുന്ന സ്ഥാപനത്തിനകത്ത് ഞാൻ കയറി പൈസ കുറയ്ക്കാമെന്ന് പറഞ്ഞ് വേറൊരു പടമായിരുന്നെങ്കിൽ ഞാൻ പറഞ്ഞേനെ. ഇത് ഞാനും കൂടെ ഉള്ള സിനിമ. അതുകൊണ്ട് ഇത് ഫുള്ള് റിസ്കിലെടുക്കുന്ന ഇറങ്ങുന്ന സിനിമയാണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയല്ല, അതൊക്കെ ലിസ്റ്റിൻ്റെ തീരുമാനങ്ങളാണ്. ലിസ്റ്റും പൊതുവേ ഒരു സഹൃദയനാണ്. വെറുതെ നിങ്ങൾ ലോലഹൃദയനാക്കരുത് വീണ്ടും. ഇവിടെ ബാക്കില ഇവിടുന്ന് കേട്ടപ്പോഴേ സത്യം ഞാൻ ഇങ്ങോട്ട് നോക്കി കളഞ്ഞു. ആരെയും മയക്കുന്ന അറിയത്തില്ല. ചോദിച്ചോ. ജാഫ്രിക്ക ചെയ്ത കഥാപാത്രങ്ങൾ നോക്കുകയാണെങ്കിൽ ഇവിടെ ചെയ്ത കഥാപാത്രം ഒരുപാട് ചിരിപ്പിക്കുന്ന കഥാപാത്രങ്ങൾ ചെയ്തിട്ടുണ്ട്, കരയിപ്പിക്കുന്ന കഥാപാത്രങ്ങൾ ചെയ്തിട്ടുണ്ട്, ഫ്രീക്ക് ആയിട്ടുള്ള കഥാപാത്രങ്ങൾ ചെയ്തിട്ടുണ്ട്. എന്താ പറയുക, ഇപ്പോൾ കുറച്ച് സ്റ്റൈലായിട്ടുള്ള കഥാപാത്രങ്ങൾ ചെയ്തിട്ടുണ്ട്, ഇപ്പോൾ സൈക്കോ ആയിട്ടും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ വെച്ച് നമ്മൾ ചെയ്ത് വെച്ച കഥാപാത്രങ്ങൾ എടുത്ത് നോക്കുമ്പോൾ നമ്മുടെ കൂടെ അഭിനയിക്കുന്നവർ ഉണ്ടാകുന്ന ഒരു ഗ്രാഫ് ഉണ്ടല്ലോ, അല്ലെങ്കിൽ കൂടെ അഭിനയിക്കുന്നവർ ചെയ്യുമ്പോൾ ചാക്കോച്ചനൊക്കെ ഒരുപാട് കഥാപാത്രം നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പം ഈ ഒരു ഇൻട്രോവേർട്ട് അല്ല ഇങ്ങനത്തെ ഒരു കഥാപാത്രം ചെയ്യുമ്പോൾ ചാക്കോച്ചനോട് എന്തെങ്കിലും പറയുക ടിപ്സ് എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടായിരുന്നോ? ടിപ്സേ അഭിനയിക്കുന്നതായിട്ട്. അല്ല, അതിന് മുമ്പ് പറഞ്ഞാൽ മലയാളത്തിൽ പറ. അല്ലല്ല, ചോദ്യം ചോദിക്കുമ്പോൾ എന്നോട് മലയാളത്തിൽ ചോദിക്കുന്നുണ്ട്, എനിക്ക് ഇംഗ്ലീഷ് അറിയില്ല. അതുകൊണ്ട് ഒന്നുകൂടെ അവിടെ മാത്രം ക്ലിയർ ചെയ്താൽ ഇൻട്രോവേർട്ട് എന്ന് പറയുമ്പോൾ അതായത് എല്ലാത്തിലും മാറി നിന്ന്, അല്ലെങ്കിൽ എന്താ പറയാ, മറ്റുള്ളവർ പറയുന്ന മാത്രം കേട്ട് ഇങ്ങനെ എന്താ പറയുക, നമ്മുടെ ദേഷ്യം വന്നാലും സങ്കടം വന്നാലും പ്രകടിപ്പിക്കാതെ ഒറ്റയ്ക്ക് ഇങ്ങനെ ഇരിക്കുന്ന ഒരു അവസ്ഥയുണ്ട്. അതായത് ഉൾവലിഞ്ഞ അതുപോലെ ആ സാധനം അന്തർമുഖൻ. എനിക്കത് ആ ചോദ്യേ കുഴപ്പിച്ച് കളഞ്ഞതല്ലേ. നൈസായിട്ട് ചോദിച്ചേ. ഞാനിപ്പോൾ എൻ്റെ കൂടെ ഒരാളെ ഞങ്ങൾ തമ്മിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാനും അമ്പാനും അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പം എന്താണ് ഇദ്ദേഹത്തിൻ്റെ അഭിനയം കണ്ടു കഴിയുമ്പോൾ ഞാൻ വലുതായി പോകുന്നു. എന്തെങ്കിലും ടിപ്സ് പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ, ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണേ, അല്ലെങ്കിൽ കുറച്ച് ഇതുകൂടെ അതാണോ അതിൽ എനിക്ക് അത് നല്ല ചോദ്യം കേട്ടോ. അത് കാരണം വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇവരോടൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ ഞാനാരായി? അല്ല, ഈ ഇരിക്കുന്നവരോട് പറഞ്ഞു കൊടുക്കാൻ ഞാനാരാ? അതല്ല, അല്ലാതെ എനിക്കൊരു സ്വഭാവമുണ്ട്. അത് ചില വരുന്ന ആൾക്കാർക്കൊക്കെ അറിയാം. നമ്മളിപ്പോൾ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആരെങ്കിലും ഇച്ചിരി പരിചയക്കുറവുള്ള ആരായിക്കോട്ടെ, ആണായിക്കോട്ടെ, പെണ്ണായിക്കോട്ടെ, ഒരു കൊച്ചായിക്കോട്ടെ, ആരാണെങ്കിലും എന്തെങ്കിലുമൊക്കെ ഒരു ചെറിയൊരു തിരിവോ മറുവോ ഒക്കെ ചെയ്യുമ്പോഴത്തേക്കും തെറ്റും ഇതൊക്കെ വരുവാണ്. ഇപ്പോൾ ഈ നൈസിൽ വിളിക്കും,
ഞാൻ ഐസിൽ വിളിച്ച് പറഞ്ഞു കൊടുക്കുന്നത് ഇന്ന പോലെ ഇങ്ങനെ എടുക്കണ്ട, കൈ ഇവിടെ നിന്ന് എടുക്കണ്ട. അത് എനിക്ക് എൻ്റെ മനസ്സിൽ തോന്നിയില്ല. പക്ഷെ അവർ ചിലപ്പോൾ ചെയ്യുന്നത് ചിലപ്പോൾ ഡയറക്ടർക്ക് ശരിയായിരിക്കാം. പക്ഷെ നമ്മൾ എൻ്റെ ഇതിൽ നിന്ന് നോക്കുമ്പോൾ ഒന്ന് പോയായിരുന്നു നല്ലതായിരുന്നു എന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ അവർ ചെയ്യുമോ ചെയ്യൂലെന്ന് അറിയില്ല. അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. പിന്നെ ഇതിപ്പോൾ ഒന്നും ആരോടും പറഞ്ഞു കൊടുക്കണത്. പിന്നെ ഇപ്പോൾ കണ്ടില്ല വാഴയിൽ പിള്ളേർ സെറ്റ് ഇറങ്ങിയേക്കണല്ല നടന്മാരാ. മോഹൻലാൽ സാറ്, മമ്മൂട്ടിക്ക എന്നൊക്കെ പറയുന്ന ആൾക്കാരെ പോലെയുള്ള ഞങ്ങൾ ഇരിക്കുന്ന സാറന്മാർ ഞങ്ങളെ ഇപ്പോൾ ചെറുകിടക്കാരൊക്കെ ഉണ്ടല്ലോ ഒത്തിരി. അപ്പോൾ അവരൊന്നുമല്ല, അവരൊന്നും ഇപ്പോൾ സിനിമയിൽ എന്ന് പറഞ്ഞാൽ 4 പിള്ളേർ കൂടിയ സിനിമയാണ് അല്ലേ. എല്ലാ സൈഡിലും പിള്ളേർ സെറ്റായി, ക്യാമറയായി, ഡയറക്ഷനായി ഒക്കെ അല്ലേ. അപ്പോൾ ഇതിപ്പോൾ നിങ്ങൾ കൈകാര്യം ചെയ്യും നന്നായിട്ട്. എന്നിട്ട് അദ്ദേഹത്തിനോട് ഇതൊരു കഥ പറ, അദ്ദേഹം സിനിമ എടുക്കും. നല്ല പിള്ളേരാണെങ്കിൽ ഇപ്പോൾ വാഴ കളിക്കുന്നു അങ്ങനെ. അതുപോലെ ഇതും നിങ്ങൾ കളിച്ചു വരുമ്പോഴത്തേനും നല്ലൊരു സിനിമയാവും. വിഷുവിന് ഒരു കൈനീട്ടമായിട്ട് 2 പേരും കൂടി തരും ഞങ്ങളെയൊക്കെ വെച്ച്. ജാഫർക്ക് അതേപോലെ ഇപ്പൊ സഞ്ജയനോട് ചുരുളിയിലുണ്ടായിരുന്നു. എന്തോ അവിടെ നിന്ന് ജാഫർക്ക് കേട്ടല്ലോ. ഒറ്റ മിനിറ്റ്. സഞ്ജയനോട് ഇതിനു മുമ്പ് ചുരുളിക്കത്തുണ്ടായിരുന്നു. അപ്പൊ അതൊരു എക്സ്ട്രീം ലെവലിൽ ഒരു കഥാപാത്രം, ഒരു മനുഷ്യന്റെ എല്ലാ ഒരു എന്താ പറയാ സങ്കടങ്ങളും ദേഷ്യങ്ങളും അല്ലെങ്കിൽ വേറൊരു മനുഷ്യന്റെ വേറൊരു രൂപമാണ് അതിനകത്ത് കാണിക്കുന്നത്. അപ്പോൾ ഇതിലെങ്ങനത്തെ ഒരു കഥാപാത്രം, കുറച്ചുകൂടെ ഒരു ഡിഫറെന്റ് ലെവലിൽ ഒരു പേഴ്സണലായിട്ട് നോക്കുമ്പോൾ എങ്ങനത്തെ ഒരു കഥാപാത്രമാണ്? അല്ല ഞാൻ പറഞ്ഞല്ലോ ഇതിനെ കുറിച്ച്. ഞാൻ ഇദ്ദേഹത്തിന്റെ സൈന്യമായിട്ട് വെച്ച് നോക്കുമ്പോഴേ നിങ്ങൾ രണ്ടുപേരിൽ കോമ്പോ. സാജനും ഞാനൊന്നും അഭിനയിച്ചൊന്നുമില്ല, ഒന്നിച്ച്. സീനൊന്നുമില്ലേ? ഞാനും സഞ്ജുനും ഒന്നിച്ച് അഭിനയിച്ചിട്ടില്ല. ഞാനും ഇദ്ദേഹവും ശരണ്യം പിന്നെ ദിലീഷ് സാറ്, ചിദംബരം, അത്രയും പേരാ. സജിൻ മാത്രം നമ്മൾ തമ്മിൽ ഇല്ല 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 ഇല്ല. ഒരു തൊട്ടടുത്തുണ്ട്, തൊട്ടടുത്ത് ഉണ്ട്, പക്ഷെ മിണ്ടുന്നില്ല. അങ്ങനെയൊക്കെ അതാണ് ദുരൂഹം. അതെന്താണ് പുള്ളി എവിടെ അപ്പുറത്തേക്കിനെന്ന് പറഞ്ഞ് ഞാൻ ഇപ്പുറത്ത് നിൽപ്പുണ്ട്, എതിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും. അവിടെ ഒരു ദുരൂഹതയാണ്. ആ ദുരൂഹമാണ് നമ്മളുടെ സിനിമ. ദുരൂഹ സാഹചര്യത്തിൽ എന്ന് പറഞ്ഞ് ദുരൂഹ സാഹചര്യം ഒറ്റട്ടി പറയും. ദുരൂഹ സാഹചര്യം അല്ല തെറ്റിപ്പോയി. ഊഹയോ ദുരൂഹ സാഹചര്യം. ആ ദുരൂഹ സാഹചര്യം. ഓക്കെ സാർ, ചോദിച്ചോളൂ. അത് ചോദിച്ചോളൂ. ദുരൂഹ സാഹചര്യം. റൊമാൻറ്റിക്കായിട്ടോ? എനിക്കിപ്പോൾ ഇരിക്കുന്ന അതുപോലെ കാണാനാണ് ഇഷ്ടം. ഇതുണ്ടോ ഇപ്പോഴത്തെ ഇരിക്കുന്നുണ്ടോ അതിങ്ങനെ അങ്ങനെ ഇരിക്കുന്ന ആളാണ് എനിക്കിഷ്ടം. എന്തിനാ ഒരാളെ ദുഃഖത്തിലിരിക്കണതും സീരിയസ് ഇരിക്കണമെന്ന് അതൊന്നും ഇല്ലെന്നേ. മനുഷ്യനായിട്ടങ്ങ് പോയാൽ മതി. എല്ലാം നമ്മൾ കണ്ടു കേട്ടങ്ങ് പോയാൽ മതി അല്ലേ. നമ്മൾ തിരിഞ്ഞൊക്കെ നോക്കി പറക്കി അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അല്ലാതെ നമ്മളൊരു ചിന്താഗതിയായിട്ട് പോയി കഴിഞ്ഞാൽ ഒന്നും നടക്കുകയല്ല അല്ലേ. അതിന് ചോദിച്ചു ആർക്കുണ്ട്? എന്നോട് ചോദിക്കാനില്ല. ടീസറിൽ ഇക്കനെ കണ്ടപ്പോ എന്റെ കണ്ണ് നേരെ പോയത് ഇക്കന്റെ തലയിലേക്കാ. കാരണം അത്ര കിട്ടില്ല ഹെയർ സ്റ്റൈല്. ഈ തലയിലേക്ക് മാത്രമാണ് നോക്കിയുള്ളൂ. അല്ല കുഴപ്പമില്ല, അത് അങ്ങനെ ചെത്തി വെച്ചോളൂ. ചേന എത്തിയ പോലെ എന്ന് പറയും അല്ലേ. അല്ല കൊള്ളാത്. കാരണം ഇപ്പോഴത്തെ യുവതലമുറയിൽ നെറ്റി കയറുന്ന പിള്ളേർക്കൊക്കെ ഈഗോ അടിക്കാൻ സാധ്യതയുണ്ട് ആ ഒരു ലുക്ക് കണ്ടു കഴിഞ്ഞാൽ. അപ്പൊ ചേട്ടൻ ആ ഒരു മേക്കപ്പിൽ ക്യാരക്ടറായി മാറിക്കഴിഞ്ഞപ്പോഴത്തേക്കിന് കണ്ണാടി നോക്കിയപ്പോ ഫസ്റ്റ് തോന്നിയ ഒരു തോട്ട് എന്തായിരുന്നു? അത് ചോദ്യമാണ് അല്ലേ. ഇതൊക്കെ ചോദ്യ ഇപ്പൊ ഏതാണ്ട് ഒരു 100 ചാനലുണ്ടെന്നായിരിക്കും തോന്നുന്നു അല്ലേ. ഇല്ലേ ചെറുതും വലുതുമായിട്ടുള്ള 10 ഇല്ലേ. ഇത്രയും മുമ്പ് ഞാൻ പറയാണ്, ഞാൻ ഇത് എന്നെ വെട്ടിപ്പറക്കി ഒരു മരത്തിൻ്റെ ഓട്ടിയിരുന്ന വെട്ടി കാരവാനിലൊന്നും കയറിയിരുന്ന മുടി വെട്ടിച്ചേരാൻ ഒക്കെ വാരിപ്പറക്കാനായിട്ട് പിന്നെ വലിയ പാടാണ്. ഞാൻ പുറത്തിരുന്ന വെട്ടിയത്. ഞാൻ മുടിയൊക്കെ വെട്ടിയിരിക്കുമ്പോഴാണ് ഇദ്ദേഹം എൻ്റെ അടുത്തൂടെ കടന്നു പോയത്. എനിക്ക് ഇദ്ദേഹം എന്ന് പറഞ്ഞിട്ട് ഇതിലൂടെ കടന്നു പോയിട്ട് ഇടമ്പല്ലും മൂക്കും മുറിച്ച് വെച്ചേക്കുന്നത്. അപ്പം ഞാനിത് ആരാന്ന് കരുതി ഞാൻ എഴുന്നേറ്റ് വന്നപ്പോൾ പുള്ളി വന്നിട്ട് എന്നെ അറിയോ എന്നും പറഞ്ഞിട്ട് ഞെക്കി കിട്ടും. എപ്പോഴാണ് ഇദ്ദേഹമാണെന്ന് അറിയണേ. അപ്പോൾ ഞാൻ കണ്ണാടി നോക്കിയപ്പോഴത്തേക്കും ഞാൻ മനസ്സിലാക്കി ഇപ്പോൾ ഈ നിൽക്കുന്ന ചെറുപ്പക്കാർ പിള്ളേരൊക്കെ ഇല്ലേ, ഇനി വരാൻ പോകുന്ന ചെറുപ്പക്കാർ പിള്ളേരൊക്കെ കംപ്ലീറ്റ് ഇതുപോലെ മുടി വെട്ടി ജാഫർ ഖാൻ കട്ടെന്ന് പറഞ്ഞൊരു കാട്ടിടുന്നു. എങ്ങനെ ഉണ്ടാവും ജാഫർ ഖാൻ സ്റ്റൈൽ. ഇനി നോക്കിയോ, ഇനി സലൂണിലും ചെറിയ ബാർബർ ഷോപ്പിൽ വരെ ജാഫർ ഖാൻ കട്ടെന്ന് പറഞ്ഞൊരു നോട്ടീസ് വരും. ഇനി പിള്ളേരെ കുറച്ചാൾ വെട്ടിക്കൊണ്ട് നടക്കട്ടെ, അതിനെനിക്ക് പറയത്തില്ലേ. നല്ല കട്ടല്ലേ കുട്ടപ്പി? നല്ല കട്ടല്ലേ? അതാണ് കട്ട് കേട്ടോ. അപ്പം ഇതൊക്കെ നമ്മുടെ കട്ടും വെട്ടിക്കൊണ്ട് നടന്നിട്ട് കാര്യമില്ല. ഞങ്ങളുടെ ഈ സിനിമ 14-ാം തീയതി ഇറങ്ങി കഴിയുമ്പോഴത്തേനും
അല്ല വിഷുവിന് സമ്മാനമായിട്ട് 15-ാം തീയതി ഇറങ്ങിക്കഴിയുമ്പോഴത്തേനും നിങ്ങളും സഹായിക്കണം, എല്ലാവരും സഹായിച്ചത് ഇന്ന് വിജയമാക്കി തന്നെ നമുക്ക് പടം കണ്ടിട്ട് നല്ലതിനെ നല്ലതാക്കി കണ്ടാൽ അതൊന്ന് ചെയ്തേക്കാം. ഇനി ആർക്കെങ്കിലും എന്നോടുണ്ടോ ഈ വശം വിടാൻ വേണ്ടിയിട്ട് പാസ് പറയാം? പാടോ? വാഴ 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 സിനിമ കണ്ടില്ലെന്നേ, ഞാൻ കണ്ടില്ല. പൊതുവായിട്ടുള്ള അഭിപ്രായങ്ങൾ കേൾക്കാനും തന്നെ. ഇപ്പം പൊതുവായിട്ടുള്ള അഭിപ്രായം എന്നാ, മോഹിനിയാട്ടം എന്ന് പറയുന്ന പടം നല്ലതാണ്, വാഴ നല്ലതാണ്, എല്ലാ പടവും നന്നാവണം. സിനിമ ഇൻഡസ്ട്രിയിലേക്ക് നിങ്ങൾക്ക് ഇങ്ങനെ വന്ന് ഇത് വെച്ചോണ്ട് ഇരിക്കണമെങ്കിൽ പടം നന്നാവണ്ടേ, ഇത് നിന്നു പോകാൻ പാടില്ലല്ലോ. അപ്പോൾ എന്ത് ചെയ്യണം? എല്ലാവരെയും നിങ്ങളെപ്പോലെയുള്ള ആൾക്കാർ ഒന്നും അലോഗ്യം പഴക്കമൊന്നും ഉണ്ടാക്കാതെ നല്ല രീതിയിൽ മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്കും ജീവിക്കാം, ഞങ്ങൾക്കും ജീവിക്കാം, എല്ലാവർക്കും ജീവിക്കാം. അല്ലാതെ ഇത് തകർത്തിട്ട് ഒന്നും നടക്കില്ല. അല്ലപ്പോൾ അല്ല, അത് ഒരു സ്റ്റോറി ഞാൻ ഏതോ ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. അത് എൻ്റെ കുടുംബപരമായിട്ടുള്ള ഒരു സംഭവത്തിലേക്ക് ഇപ്പോൾ പോയി കഴിഞ്ഞാൽ സമയമില്ല. അത് ഞാൻ ഒരു 10-18-20 വർഷത്തോളം ഞാനിങ്ങനെ സിനിമ തിയേറ്ററിൽ ചെന്ന കേട്ടോ, അത് പ്രത്യേകം ശ്രദ്ധിച്ചോളൂ. ഞാൻ സിനിമ കാണുകയാണെന്ന് തിയേറ്ററിൽ ചെന്ന് കാണില്ലാത്ത കാര്യം പറഞ്ഞത്. തിയേറ്ററിൽ ചെന്ന് കാണും. അല്ലാതെ എൻ്റെ വീട്ടിൽ ടി വിയിൽ വരുമ്പോൾ എനിക്ക് പഴയ സിനിമകളോടാണ് താല്പര്യം, അതൊക്കെ കണ്ടുകൊണ്ടിരിക്കും. പുതിയ സിനിമകളൊന്നും കാണാറില്ല. അപ്പം വിമർശനം ഉണ്ടായി, ഇയാളൊക്കെ ചെന്ന് സിനിമ ചെയ്യും, അല്ല അവനൊന്നും കാണുകയില്ല, ഞങ്ങളൊക്കെ കാണാൻ നിൽക്കുക, കഷ്ടപ്പെട്ടു. അതെന്നാന്ന് പറയാം, അത് ആ വിദ്വേഷം ഉണ്ടാവുമല്ലോ. അത് ഒന്ന് ആലോചിച്ച് നോക്കി. അത് അതിൻ്റെ ഞാൻ ഒരു സ്ഥലത്ത് പറഞ്ഞു പോയി. ഇനിയിപ്പോൾ ഒന്നുകൂടെ പറഞ്ഞെന്ന് പറഞ്ഞാൽ എൻ്റെ ജ്യേഷ്ഠനും ഞാനും എൻ്റെ ഒരു പെങ്ങളും കുട്ടിയും കൂടെ ഒക്കെ എല്ലാ സിനിമയും ഞായറാഴ്ച കാണും. എനിക്ക് ഞായറാഴ്ച ദിവസം എനിക്ക് ഫ്രീ ആയി സിനിമ കാണുന്നതിന്. ഇപ്പോൾ തിയേറ്ററിൽ ടിക്കറ്റ് എൻ്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് 14-15 ചായക്കടയായിരുന്നു. ആ ചായക്കടയുടെ ഫ്രണ്ടിൽ ഞാൻ ഒരു കമുകിൻ്റെ വാരിക്ക് ഇങ്ങനെ ഒരു ബോർഡർ ഉണ്ടാക്കി വെച്ച് ഒരു പോസ്റ്റർ ഒട്ടിക്കുന്നത്. എനിക്ക് ഒരു മഞ്ഞ കാർഡ് തന്നിട്ട് അതുകൊണ്ട് പോയി എനിക്ക് കാണാം. അപ്പോൾ ഞങ്ങളിങ്ങനെ ഒരു ഉച്ചയാകുമ്പോഴത്തേന് ഞായറാഴ്ച തുടങ്ങും. ഇപ്പം എൻ്റെ ഇളയ പെങ്ങളെ ആണ് ചോദിക്കുന്നത്. ചോദിച്ചിട്ട് ഞങ്ങൾ സിനിമയ്ക്ക് പോട്ടെ എന്ന് എൻ്റെ വാപ്പാട് ചോദിക്കുമ്പോൾ പാപ്പ കുറച്ച് ആദ്യം പോകണ്ടെന്നൊക്കെ പറയും, ഇച്ചിരി പൈസ തന്നു. ഞങ്ങളും ഉണ്ടാക്കി വെച്ചിട്ട് പൈസയ്ക്ക് സിനിമയ്ക്കും. അവളുടെ ഒരു പോക്കിൽ ഒക്കെ ആയിട്ട് അങ്ങനെ ഇപ്പോൾ ഒരു 10-15 കൊല്ലം മുമ്പ് മരിച്ചുപോയി, 15 കൊല്ലം മുമ്പ് മരിച്ചുപോയി. അപ്പം അതിനെ കല്യാണമൊക്കെ കഴിച്ചു വിട്ട് കഴിയുമ്പോൾ ഞങ്ങളുടെ ആ കണക്ഷനും പൊട്ടി. അത് മനസ്സിലായില്ലേ? പിന്നെ ജീവിത തത്രപ്പാടും കൂടെ ഉണ്ടായിരുന്നു. അപ്പം ജ്യേഷ്ഠൻ്റെ വഴിക്ക്, ഞാൻ എൻ്റെ വഴിക്ക്, കുട്ടിയെ കെട്ടിച്ചു വിട്ടപ്പോൾ അങ്ങനെയൊക്കെ ഒരു കുറേ കഥ പറയാനുണ്ട്. ഇതൊക്കെ ഉള്ളൂ. അല്ലാതെ ഞാൻ ചെയ്ത പടത്തിനകത്ത് ഞാൻ കാണുകയില്ല എന്ന് പറഞ്ഞാൽ അഹങ്കാരം അങ്ങനെയൊക്കെ ഉണ്ടാവും. നിങ്ങളൊക്കെ കണ്ടാൽ മതി. ഇങ്ങനെയൊക്കെ കഥ പറയുമ്പോൾ ഒത്തിരി പറഞ്ഞു വരികയല്ലേ, അതുകൊണ്ടാട്ടോ. അതിപ്പോൾ ഞാൻ നേരത്തെ ഡിക്ലെയർ ചെയ്തായിരുന്നു, എല്ലാവരും ഒന്നും ശരിക്കും പറഞ്ഞു കൊടുത്ത് മനസ്സിലാക്കിയില്ല. അല്ല ഇനി എന്തെങ്കിലും ഉണ്ടോ എന്നോടോ? ആ അല്ല, അത് ഒരു രസകരമായൊരു അവസ്ഥയിൽ ചെയ്തതാണ്. അത് സിനിമയുടെ പേരുമായിട്ട് ബന്ധപ്പെടുത്തി ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ ഞാൻ ആരുടെ കൂടെയാണ് കോ പ്രൊഡ്യൂസ് ചെയ്തത്, അപ്പോൾ അതുകൊണ്ട് ആ ചെറുതായിട്ടെങ്കിലും എനിക്ക് കിട്ടാതിരിക്കില്ലല്ലോ, ഇല്ലേ? അത്രേ ഉള്ളൂ. ഇല്ലില്ല, കണ്ടിട്ടില്ല. കാണണം. ശരിക്കും പറഞ്ഞാൽ ആട് കാണണം, പ്രതിച്ഛായ കാണണം, വാഴ കാണണം, മോഹിനിയാട്ടം കാണണം. ഇതെല്ലാം കാണേണ്ട ലിസ്റ്റിലുള്ളതാണ്. അതെല്ലാം തിയേറ്ററുകളിൽ ഇപ്പോഴും ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും സന്തോഷകരമായ കാര്യം. ഒരുപാട്, അതായത് ഒരുപാട് സ്റ്റാർസ് ഉള്ള ഇപ്പോൾ വാഴയിലായാലും ശരി, മോഹിനിയാട്ടം, ഇപ്പം സ്റ്റാർ ഡിപ്പെൻഡ് അല്ലല്ല, കണ്ടന്റ് ഡിപ്പെൻഡ് അല്ല. അത് പ്രേക്ഷകർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് കണ്ടന്റുകൾ, അല്ലെങ്കിൽ എപ്പോഴെങ്കിലും എൻ്റെ ലൈഫിൽ സംഭവിച്ചിട്ടുണ്ടോ, എനിക്കറിയാവുന്നവരുടെ ലൈഫിൽ സംഭവിച്ചിട്ടുണ്ടോ, നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കഥ കാണുമ്പോൾ പ്രേക്ഷകർ പിന്നെയും തിയേറ്ററിൽ വന്ന് മലയാളത്തിൻ്റെ മാത്രം എനിക്ക് പേഴ്സണൽ തോന്നുന്നത് മലയാള സിനിമകളിൽ മാത്രം കണ്ടുവരുന്നൊരു പ്രത്യേകതയാണത്. മറ്റുള്ള ഇൻഡസ്ട്രീസ് വെച്ച് നോക്കുമ്പോൾ എടുത്തു നിൽക്കുന്നത് അതുകൊണ്ടാണ്. അപ്പം ഇപ്പോൾ ചാക്കോച്ചൻ പ്രൊഡക്ഷൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം എൻ്റെ പ്രൊഡക്ഷനിൽ എങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് കഥകൾ പ്രേക്ഷകരിലേക്ക് എത്തണമെന്നാണ് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്? ഇല്ല, ഇങ്ങനത്തെ സിനിമകൾ എന്നുള്ളതല്ല, അതിനപ്പുറം ഏതൊക്കെ രീതിയിൽ ഒരു എൻ്റർടൈനർ നമുക്ക് എടുക്കാനായിട്ട് സാധിക്കുമെന്നുള്ളത് തന്നെയാണ് എല്ലാവരും നോക്കുന്നത്. ഇപ്പം മലയാള സിനിമയിൽ ഏത് തരത്തിലുള്ള സിനിമകളും അക്സെപ്റ്റ് ചെയ്യപ്പെടുന്നുണ്ടെന്നുള്ളതാണ് സത്യം. ഇപ്പം ലോക പോലെയുള്ള സിനിമ, അങ്ങനത്തെ ഒരു ടെറൈൻ, ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റുമായിരുന്നു എനിക്ക് തോന്നുന്നില്ല. പക്ഷെ അത് സംഭവിച്ചു. അത് ഏറ്റവും വലിയ വിജയങ്ങളൊന്നായിട്ട് മാറി. ആട് 3 എന്ന് പറയുന്ന സിനിമ വേറൊരു ടൈം ട്രാവൽ പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് എത്രത്തോളം ആൾക്കാർക്ക് മനസ്സിലാവുന്നൊരു ഡൗട്ട് പലർക്കും ഉണ്ടായിരുന്നു. അത് അക്സെപ്റ്റ് ചെയ്യുന്നു.
വാഴ പോലുള്ള സിനിമകൾ വളരെ എന്താ പറയുക, ബയോപിക് ഓഫ് എ മില്യൺ ബ്രദേഴ്സ് എന്ന് പറയുമ്പോൾ അത് എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന സാധാരണക്കാരുടെ സിനിമയാണ്. അത് വർക്കൗട്ട് ആവുന്നു. അപ്പം ഏത് തരത്തിലുള്ള സിനിമകളാണെങ്കിലും, ലോ ബഡ്ജറ്റ് ആണെങ്കിലും ബിഗ് ബഡ്ജറ്റ് ആണെങ്കിലും വലിയ സ്റ്റാർസ് ആണെങ്കിലും പുതിയ ആൾക്കാരാണെങ്കിലും കോണ്ടന്റ് നല്ലതാണെങ്കിൽ അത് ഏത് തരത്തിലുള്ള സിനിമകളാണെങ്കിലും പ്രത്യേകിച്ച് മലയാളത്തിൽ അത് വിജയിക്കുന്നു എന്നുള്ളതാണ് മറ്റ് ഭാഷകളിലുള്ള ആൾക്കാർ ഉൾപ്പെടെ അസൂയയോടെ നോക്കിക്കാണുന്ന ഒരു വസ്തുത. അപ്പോൾ അങ്ങനത്തെ ഒരു മലയാളം ഇൻഡസ്ട്രിയിൽ നല്ലൊരു സിനിമയുമായിട്ട് വരാനുള്ള ശ്രമങ്ങൾ അത് ഏത് തരത്തിലുള്ള സിനിമകളാണെങ്കിലും എല്ലാവരുടെ ഭാഗത്തു നിന്നും ഉണ്ടാവും. അത് തന്നെയാണ് ഉദയ പിക്ചേഴ്സും അല്ലെങ്കിൽ മാജിക് ഫ്രെയിംസും അതുപോലുള്ള സിനിമയെ സ്നേഹിക്കുന്ന ആരാണെങ്കിലും മലയാളത്തിൽ നിൽക്കുന്ന ആരാണെങ്കിലും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു.